ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡി സി മെഷീൻ്റെ ടോപ്പിക്സാണ്. അപ്പോൾ ഡി സി മെഷീൻ്റെ ടോപ്പിക്സിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മെയിനായിട്ട് രണ്ട് വലിയ ടോപ്പിക്കുകളാണ് കമ്മ്യൂട്ടേഷനും ആർമേച്ചറേഷൻ. ആർമേച്ചറേഷനാണ് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഉള്ളത് കമ്മ്യൂട്ടേഷനാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ് ഹെഡിങ് കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിൽ ആക്ച്വലി കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. ഡിവൈസിന് രണ്ട് ഫങ്ഷനുകളുണ്ട് അല്ലേ? അപ്പോൾ ജനറേറ്ററിലാവുമ്പോൾ അത് എ സിനെ എന്ത് ചെയ്യും? ഡി സിയിലേക്ക് മാറ്റും കറണ്ട്. ദെൻ മോട്ടറിലാവുമ്പോൾ അത് നേരെ തിരിച്ചും. അപ്പോൾ രണ്ട് തരത്തിലേക്കുള്ള ഫ്ലോ ഉണ്ട് അല്ലേ? എ സി ടു ഡി സി ഉണ്ട്, സിമിലർലി ഡി സി ടു. അപ്പോൾ മെയിനായിട്ട് കൺവേർഷനാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഓക്കെ, കൺവേർഷനാണ് നടക്കുന്നത്. അതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്ററിൻ്റെ പ്രോസസ്സ്. ഈ കമ്മ്യൂട്ടേറ്ററിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിരുന്നു. ഇതാണ് കമ്മ്യൂട്ടേറ്ററിൻ്റെ വേറൊരു പർപ്പസ്. ഒന്ന് നമ്മൾ പറഞ്ഞു എ സി ഡി സി ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ, മോട്ടറിൻ്റെ കേസിൽ ഡി സിന്ന് എ സിയിലേക്ക് മാറ്റണം. വേറൊരു പർപ്പസ് എന്ന് വെച്ചാൽ ടു കീപ്പ്, നമ്മൾ പറയാറുണ്ട് ആർമേച്ചർ എം എം എഫിനെ സ്റ്റേഷനറി ആക്കണം. നമ്മളൊരു ചെറിയൊരു പ്രൂഫ് അതിൽ ചെയ്തിരുന്നു അല്ലേ? ആർമേച്ചർ എം എം എഫ് സ്റ്റേഷനറി ആക്കണം. അപ്പോൾ ഈ ആർമേച്ചർ എം എം എഫ് സ്റ്റേഷനറി ആകുമ്പോൾ തന്നെ നിങ്ങളെ റോട്ടർ എം എം എഫ് എന്താവണം? സ്റ്റേഷനറി ആവണം അല്ലേ? അപ്പം ദ റോട്ടർ എം എം എഫ് ഷുഡ് ബി സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു ആർമേച്ചർ. ഷുഡ് ബി സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു യുവർ സ്റ്റേറ്റർ എം എം എഫ്. ഓക്കെ, സ്റ്റേറ്റർ എം എം എഫിനെ സ്റ്റേഷനറി ആകുമ്പോൾ തന്നെ നിങ്ങളെ റോട്ടർ എം എം എഫ് എന്താവണം? സ്റ്റേഷനറി ആവണം. അപ്പം ഡി സി മെഷീനിൽ സ്റ്റേറ്റർ എം എം എഫ് സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടർ എം എം എഫ് എന്താണ്? സ്റ്റേഷനറിയാണ്. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഓക്കെ, ഇനി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആക്ച്വലി എന്താ മീൻ ചെയ്യുന്നത്? കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ പറയാറുണ്ട് ടേണിങ് ഓഫ് ആണ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ ടേൺ ഓഫ് അല്ല, ആക്ച്വലി ഇവിടെ കറണ്ടാണ് നമ്മൾ എല്ലാ പർപ്പസിനും. കറണ്ടിനെ സീറോ ആക്കുക, ഇതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിവൈസിന് കറണ്ടിനെ എടുക്കുക. കറണ്ടിനെ എടുത്ത് കഴിഞ്ഞാൽ അത് സീറോ ആയിപ്പോയി അല്ലേ? അപ്പോൾ ഡി സി മെഷീനിൽ അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കറണ്ടിനെ സീറോ ആക്കലല്ല. ഈ കമ്മ്യൂട്ടേഷൻ ഡി സി മെഷീനിൽ പറഞ്ഞ ഇറ്റ് ഈസ് ടു റിവേഴ്സ് ദ കോയിൽ കറണ്ട്. കോയിലുള്ള കറണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അതായത് ടേക്കിംഗ് അവേ ഫ്രം ദ ഡിവൈസ്. അത് മീൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കോയിലിലെ കറണ്ടിനെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക, അല്ലെ റിവേഴ്സൽ ഓഫ് കറണ്ട് അങ്ങനെയും പറയാം. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സൽ ഓഫ് കറണ്ടിനെ കോയിൽ. റിവേഴ്സൽ ഓഫ് കറണ്ടിനെ കോയിൽ. അതായത് നമ്മൾ ഈ കോയിലിൻ്റെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോയിലിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഡോട്ടും ക്രോസൊക്കെ പറയാറില്ലേ? അപ്പോൾ ഡോട്ട് ആദ്യം ഉണ്ടായ സ്ഥലം പിന്നെ എന്താവും? ക്രോസ് ആവും. സിമിലർലി ക്രോസ് ഉള്ള സമയം സ്ഥലം എന്താവും? ഡോട്ട് ആവും. അപ്പോൾ ഇതിനെയും കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് റിവേഴ്സൽ ഓഫ് കറണ്ട്. ജസ്റ്റ് അത്ര മനസ്സിലാക്കിയാൽ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ എങ്ങനെയാണ് റിവേഴ്സൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. റിവേഴ്സൽ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ വെന്നെവർ എ കോയിൽ ക്രോസസ് എ ബ്രഷിനെ ക്രോസ് ചെയ്യുമ്പോൾ ആണ് ദ കറണ്ട് ഇൻ ദ കോയിൽ റിവേഴ്സസ്. ഓക്കെ, ബ്രഷിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് കോയിലിലെ കറണ്ട് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം കോയിലിലെ കറണ്ടിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഐ സി. അതായത് കറണ്ടിന് ഈച്ച് കോയിൽ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്ത്. എത്ര പാരലൽ പാത്ത് ഉണ്ടോ അതിന് ആർമേച്ചർ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ കോയിലിലെ കറണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേഷൻ്റെ സമയത്ത് ഡ്യൂറിങ് കമ്മ്യൂട്ടേഷൻ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ്. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? ചേഞ്ചസ് ഫ്രം പ്ലസ് ഐ സി ടു മൈനസ് ഐ സി. പ്ലസ് ഐ സിന്ന് മൈനസ് ഐ സിയിലേക്ക് പോകും. അതുപോലെ തന്നെ തിരിച്ചും പോകും.
മൈനസ് ഐ സിന്ന് ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ മൈനസ് ഐ സിന്ന് പ്ലസ് ഐ സി. അപ്പോൾ കറണ്ട് റിവേഴ്സിൽ നടക്കുന്നത്. പ്ലസ് ഉള്ള സാധനം മൈനസോ, മൈനസ് ഉള്ള സാധനം എന്തോ പ്ലസ്സോ. ഓക്കെ, അപ്പം ബ്രഷ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് എന്താവും? ഓപ്പോസിറ്റ് ആവും. ഇഫ് ദ ബ്രഷ് കംസ് ദ കറണ്ട് വിൽ ബി ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നമുക്കത് ചെറിയൊരു ഫിഗറിൽ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ്ലി ദിസ് വിൽ ബി യുവർ കോയിൽ. ഇഫ് സപ്പോസ് ഇതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. Then what happens is ഇവിടുത്തെ കോയിൽ സെഗ്മെൻറ്റ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് 3, 2, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ബ്രഷ് വരുന്നത്. ക്ലിയർ? ഇതാണ് നമ്മുടെ ബ്രഷ്. ഇത് കോയിലെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രഷിൽ എപ്പോഴും നമ്മളുടെ കറണ്ട് ഇറ്റ് വിൽ ബി 2 IC. ഓക്കെ, 2 ടൈംസ് കറണ്ട് ഇൻ ഈച്ച് കോയിൽ എന്നുള്ള ലെവലിലാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന കമ്മ്യൂട്ടേറ്ററുകൾ. ഇപ്പോൾ 2 IC ആണെങ്കിൽ വാട്ട് വിൽ ബി ദ എഫക്റ്റ് മീൻസ് ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കോയിലിലെയും കറണ്ട് IC, ഇതിലേ പോകുന്ന IC, ഇതിലേ പോകുന്ന IC. ഓക്കെ, ഇതിലേ പോകുന്നതും IC, ഇങ്ങോട്ടേക്ക് തിരിച്ച് റിവേഴ്സലായിട്ട് വരും. ഇത് കറണ്ട് IC. ഈ രണ്ട് സമ്മ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 2 IC. ആ കറണ്ടായിരിക്കും ഇതിലെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത് 2 IC ഫ്ലോ ചെയ്യണം. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. IC ഇങ്ങോട്ട് വരും, IC ഇതിലേയും വരും. 2 IC എപ്പോഴും ഇത് ഫ്ലോ ചെയ്യണം. അപ്പോൾ 2 IC ഇതിൽ ഫ്ലോ ചെയ്യണം എന്നുള്ള കാര്യം മസ്റ്റാണ്. ഇനി നമ്മുടെ അസംപ്ഷൻ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെക്കുക. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ സപ്പോസ് ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ആർമേച്ചർ റൊട്ടേഷനാണ്, അത് സ്റ്റേഷനറി ആയി നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം നിങ്ങളുടെ ബ്രഷസ് ഈ ആർമേച്ചറിൻ്റെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പം ബ്രഷസ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് സപ്പോസ് നിങ്ങളുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ ഇതാണെങ്കിൽ നേരത്തെ പോലെ 3, 2, 1 ഇത്തരത്തിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നേരത്തെ കമ്മ്യൂട്ടേറ്റർ നിങ്ങളുടെ ബ്രഷ് ഫുള്ളി 1-ലായിരുന്നു, ശരിയല്ലേ? ഈ ബ്രഷിൽ ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കും. ഓക്കെ, ഈ ബ്രഷിൽ ചെറിയ ഷിഫ്റ്റ് സംഭവിക്കുക വെച്ചാൽ ബ്രഷസ് ആർമേച്ചർ റൊട്ടേഷൻ റൈറ്റിലേക്കാണ്, ബ്രഷസ് എന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരിക. അപ്പോൾ ബ്രഷസിൽ സൈറ്റിൽ ഷിഫ്റ്റ് സംഭവിക്കുമ്പം ഈ 1-ൽ ഉണ്ടാവും. 1-ലുള്ള സാധനം തന്നെ എവിടെ എൻ്റർ ചെയ്യും? 2-ലും കുറച്ച് എൻ്റർ ചെയ്യും. ഓക്കെ, 2-ലും എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. അതാണ് ഞാൻ റൈറ്റിലേക്ക് പോകുന്നത്. ഇതെപ്പോഴും 2 IC കീപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കോയിലിലെ കറണ്ടുകൾ ഇത്തരത്തിലായിരിക്കും. IC അപ്പോൾ 2 IC വരുമ്പോൾ ഇതിലെ നമ്മൾ വരുന്ന കറണ്ട് എന്ന് വെച്ചാൽ I2നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് I2, ഇത് IC, ഇത് I2. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC മൈനസ് I2. ഇതിലെയും അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ICയും ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IC ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് 2 IC മൈനസ് I2 ആയിരിക്കും. എന്നാൽ മാത്രമേ ഇത് ആഡ് ചെയ്യുമ്പോൾ I2 ആയിട്ടും കട്ടായി ലാസ്റ്റ് 2 IC വരുള്ളൂ. ഓക്കെ, ബ്രഷിലെ കറണ്ട് അത്തരത്തിൽ തന്നെ ആയിരിക്കണം കിട്ടുന്ന കറണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സമയത്ത് എന്താണ് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മൂന്ന്, 2, 1. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ചും കൂടിയും ഒരു ചെറിയൊരു സ്ലൈറ്റ്ലി ഒരു ഷിഫ്റ്റും കൂടി നടക്കും. അപ്പം ബ്രഷ് ഫസ്റ്റിൻ്റെ നടുവിലേക്ക് എത്തും, 2ൻ്റെ നടുവിലേക്ക് എത്തും. അപ്പോൾ രണ്ടും മിഡിൽ പോർഷനിലെത്തും. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കാരണം 2 IC തന്നെ ആയിരിക്കും. സോ കോറിൽ കറൻസ് ദിസ് വിൽ ബി IC, അഗൈൻ ദിസ് വിൽ ബി IC. ഇവിടെ നിന്ന് ഇങ്ങോട്ട് IC,
ഇങ്ങോട്ട് ഐ സി. അതായത് ഇവിടെ 0 ആംപിയർ കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഇത് കോയിൽ ആണെങ്കിൽ ഇതിൽ ഐ സി ഫ്ലോ ചെയ്യും, ഇതിലെയും എന്ത് ചെയ്യും, ഐ സി ഫ്ലോ ചെയ്യും. എക്സാക്ട്ലി മിഡിലായിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ബ്രഷസ് സിമെട്രിക്കലാണ്, രണ്ടും ഈക്വൽ ആയിട്ട് രണ്ട് ബ്രഷിലെയും കറണ്ട് ഫ്ലോ വരുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഈ ഇപ്പോൾ ഈ സിമെട്രി നടുവിലെ വന്നു, ഇനി കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കറണ്ട് ഈ സൈഡിലേക്ക് കറണ്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. നമുക്ക് കുറച്ചും കൂടിയും ഒരു ഷിഫ്റ്റ് നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് അതായത് കുറച്ചും കൂടി 2ലേക്ക് കുറച്ചും കൂടിയും അടുപ്പിച്ച് 1ൻ്റെ ഇവിടെയുള്ള ഇത് കുറഞ്ഞു അല്ലേ. 2ലാണ് ഇപ്പം കുറച്ച് കൂടുതൽ. അഗെയിൻ 2 IC തന്നെ ഫ്ലോ ചെയ്യണം. ഇതിലെ IC, ഇതിലെ IC, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇഫ് സപ്പോസ് ദിസ് ഈസ് 2 IC മൈനസ് I1, ഇതിലെ I1 ആയിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കണ്ട, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. IC മൈനസ് I, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്നും വരും, എന്നാലും മാത്രമേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 2 IC. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഇത് അടുത്തത്. ഓക്കെ, ലാസ്റ്റ് ഫിഗർ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ലാസ്റ്റ് ഫിഗർ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇതിൻ്റെ അവസാന ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് 2ഉം ഇത് 1ഉം ആണെങ്കിൽ ഓക്കെ കൂടി വരും അല്ലേ. ഇത് 2ഉം ഇത് 1ഉം ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് അഗെയിൻ എ ഫിഗർ ലൈക്ക് ദിസ്. അതായത് നിങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബ്രഷിലായിരുന്നു, ഇപ്പോൾ അത് എത്തി അങ്ങോട്ടെത്തി സെക്കൻഡ് ബ്രഷിലേക്ക് എത്തി. ലൈക്ക് ദിസ് യുവർ ഫിഗർ വിൽ കം. അപ്പോൾ ഇത് IC ആണെങ്കിൽ ഇത് IC, ഇങ്ങോട്ടേക്ക് 2 IC, ഇവിടേക്ക് IC, IC, IC. ക്ലിയർ? അപ്പം ഇവിടെ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്? നിങ്ങളുടെ ആദ്യം ഈ മൊത്തം പ്രോസസ്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങളുടെ ബ്രഷ് ഈ ഫസ്റ്റ് ബ്രഷിലായിരുന്നു കറണ്ട് ക്യാരി ചെയ്തത്, പിന്നെ കുറച്ച് സ്ലൈറ്റ്ലി ലെഫ്റ്റ് ലെഗ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ ലെഫ്റ്റ് ലെഗ് ഷിഫ്റ്റ് ചെയ്ത് നടുവിലായി, പിന്നെയും കുറച്ചുകൂടി ലെഫ്റ്റ് ലെഗ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ നോക്കുമ്പോൾ ബ്രഷിൻ്റെ റിവേഴ്സൽ സംഭവിച്ചു, അല്ലെങ്കിൽ ബ്രഷ് മാറി. ഓക്കെ, അതായത് ഒരു ബ്രഷിലുള്ള സാധനം ഫസ്റ്റ് ബ്രഷിലുണ്ടായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് രണ്ടാമത്തെ ബ്രഷിലായിട്ട് മാറി. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം കറണ്ട് ബ്രഷസ്, ദ കറണ്ട് ത്രൂ ദ ബ്രഷസ് നെവർ ചേഞ്ചസ്. ഓക്കെ, ബ്രഷിലുള്ള കറണ്ട് ഒരിക്കലും മാറുന്നില്ല, പക്ഷേ കോയിലുള്ള കറണ്ട് എന്ത് ചെയ്യാം, റിവേഴ്സ് ആവാം. ഓക്കെ, കോയിലുള്ള കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ആവാം, പക്ഷേ ബ്രഷിലുള്ള കറണ്ട് ഒരിക്കലും മാറുന്നില്ല. പക്ഷേ ബ്രഷ് ഇവിടെ എന്ത് ചെയ്തത്, റിവേഴ്സിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ മൊത്തം ഒരു ബ്രഷ് ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഒരു സെഗ്മെൻ്റായ 1ൽ നിന്ന് അടുത്ത സെഗ്മെൻ്റായ 2ലേക്ക് മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രഷിൽ 1ൽ നിന്ന് 2ലേക്ക് മാറാൻ കുറച്ച് സമയവും കുറച്ച് സ്ഥലവും എടുത്തിട്ടുണ്ടല്ലോ. ഇതിനാണ് നമ്മൾ ബ്രഷ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ബ്രഷ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഷ് വിഡ്ത്തും നമ്മൾ കമ്മ്യൂട്ടേറ്റർ വിഡ്ത്തും ഈക്വലാണ്, പക്ഷേ എക്സാക്ട്ലി അങ്ങനെയൊന്നും ആയിരിക്കില്ല, കുറവോ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതിങ്ങനെ മാറാൻ വേണ്ടി ഒരു സമയം എടുക്കും, അതിൻ്റെ പേരാണ് കമ്മ്യൂട്ടേഷൻ പീരീഡ്. അതിൻ്റെ പേരാണ് കമ്മ്യൂട്ടേഷൻ പീരീഡ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ TC. ഓക്കെ, TC വിൽ ബി ഈക്വൽ ടു, TC എന്ന് പറഞ്ഞിട്ട് വിൽ ബി ബ്രഷ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ കമ്മ്യൂട്ടേറ്റർ വിഡ്ത്ത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ വിഡ്ത്ത് അല്ല, സ്പീഡ് വരും കേട്ടോ, സ്പീഡ് ഓർ വിഡ്ത്ത്. ഓക്കെ, അപ്പം ആക്ച്വലി കമ്മ്യൂട്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ എ ബ്രഷ് ടു മൂവ് ഫ്രം വൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ടു ദ അതർ ഓൺ ദ ടൈം അലൗഡ് ഫോർ യുവർ കറണ്ട് റിവേഴ്സൽ. കറണ്ട് റിവേഴ്സൽ അനുവദിച്ച സമയം ആണ് നമ്മൾ ഈ പറഞ്ഞത്, അതിന് പേരാണെന്ത്, കമ്മ്യൂട്ടേഷൻ പീരീഡ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സപ്പോസ് ഈ കമ്മ്യൂട്ടേഷൻ്റെ ഒരു പീരീഡ്, അപ്പം രണ്ട് കറണ്ട് ഉണ്ട്, അത് നമ്മൾ നോക്കാം. TC എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ബ്രഷ് ടു മൂവ് ഫ്രം
വൺ സെഗ്മെൻറ്റ് ടു അതർ, ഒരു സെഗ്മെൻറ്റിൽ നിന്ന് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാനുള്ള സമയം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി വേറൊരു പീരീഡാണ് ടി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മറ്റേത് കമ്മ്യൂട്ടേഷൻ പീരീഡ്, ടി കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ടി കമ്മ്യൂട്ടേഷൻ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ബൈ എ കോയിൽ, ഒരു കോയിലിന് എടുക്കുന്ന സമയം എന്തിന്, ടു റിവേഴ്സ് ഇറ്റ്സ് കറണ്ട് ഡയറക്ഷൻ. കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു കോയിലിന് എടുക്കുന്ന സമയമാണ് ടി കമ്മ്യൂട്ടേഷനും. അതുപോലെ കമ്മ്യൂട്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വേറൊരു സെഗ്മെൻറ്റിലേക്ക് ബ്രഷിന് മൂവ് ചെയ്യാനുള്ള സമയം. ഓക്കെ, ഈ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് ഉണ്ട്. അതായത് നിങ്ങളുടെ കോയിൽ റിവേഴ്സ് ചെയ്യാനുള്ള സമയം, അതാണ് ടി കമ്മ്യൂട്ടേഷൻ. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ കമ്മ്യൂട്ടേഷൻ then it is called as under commutation. Okay, ചോദിക്കാറുണ്ട് this is called as under commutation. Then if your T commutation is less than TC then it is called over commutation. Okay, it is called over commutation. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടി സി കമ്മ്യൂട്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ബ്രഷിൽ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് പോകാനുള്ള സമയം. ടി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ബൈ എ കോയിൽ ടു റിവേഴ്സ് ഇറ്റ്സ് കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആക്കാനുള്ള കോയിലിൻ്റെ സമയത്തിനാണ് ടൈം ഓഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം, ഈ കമ്മ്യൂട്ടേഷൻ അണ്ടർഗോ ചെയ്യുന്ന കോയിൽ അല്ലെങ്കിൽ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ് ബൈ ദ ബ്രഷസ്. ഓക്കെ, അപ്പം അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കമ്മ്യൂട്ടേഷൻ സമയത്ത് ഇഫ് സപ്പോസ് നമ്മുടെ വോൾട്ടേജ്, ആ കോയിലിലെ വോൾട്ടേജ് നോൺ സീറോ ആണെന്ന് വിചാരിക്കും. ആ വോൾട്ടേജിൽ കോയിലിലെ വോൾട്ടേജ് നോൺ സീറോ ആണെങ്കിൽ അവിടെ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, വോൾട്ടേജിലെ കറണ്ട് നോൺ സീറോ ആണെങ്കിൽ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദിസ് വിൽ ടെൻഡ് ടു അല്ലെങ്കിൽ ദിസ് വിൽ പ്രൊഡ്യൂസ് സ്പാർക്കിംഗ്. ഓക്കെ, ബ്രഷസിൽ സ്പാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ കമ്മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സ്പാർക്കിംഗ് ഉണ്ടാവും. അതിന് കാരണം ഈ ഹൈ കറണ്ടാണ്. ഈ ഹൈ കറണ്ട് നമ്മൾ സർക്കുലേറ്റിംഗ് കറണ്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, അതായത് സർക്കുലേറ്റിംഗ് കറണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അതായത് ഡിഫറൻസ് ഇൻ EMF ആണ്. ഓക്കെ, വോൾട്ടേജ് ഡിഫറൻസ് കാരണമാണ്. അപ്പം അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇഫ് ദ വോൾട്ടേജ് കോയിൽ അണ്ടർഗോയിങ് വോൾട്ടേജ് ഇഫ് ദ ഒരു കോയിൽ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വോൾട്ടേജ് ഓഫ് ദ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ നടക്കുന്ന കോയിലിലെ വോൾട്ടേജ് നോൺ സീറോ ആണെങ്കിൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. അതാണ് നമ്മൾ സർക്കുലേറ്റിംഗ് കറണ്ട്. ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒക്കർ ചെയ്യാം, സ്പാർക്കിംഗ് ഒക്കർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ രണ്ട് ടൈപ്പ് കമ്മ്യൂട്ടേഷൻ ഉണ്ട്. നമ്മുടെ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെ ഹൈ കറണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫോർ ടു ഇംപ്രൂവ് ദ കമ്മ്യൂട്ടേഷൻ വി നീഡ് ടു റെഡ്യൂസ് ദ സർക്കുലേറ്റിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിന് സർക്കുലേറ്റിംഗ് കറണ്ടിന് കാരണക്കാരൻ ആരാ, വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് ഈ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ കാരണക്കാരൻ. അതുകൊണ്ട് സ്പാർക്കിംഗ് ഒക്കെ അറിയാം. അപ്പോൾ ഈ കറണ്ടിനെ കുറയ്ക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് എന്താ, ബൈ ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ഇൻ ദ കറണ്ട് പാത്ത്. കറണ്ട് പാത്തിലെ റെസിസ്റ്റൻസ് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ക്യാൻ ബി റെഡ്യൂസ്. അപ്പോൾ റെസിസ്റ്റൻസിനെ കൂട്ടി കറണ്ട് പാത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയത് കുറയ്ക്കാന്ന് വെച്ചാൽ വി ഷുഡ് യൂസ് ഹൈ വോൾട്ടേജ് കാർബൺ ബ്രഷസ്. ഓക്കെ, വി ഷുഡ് യൂസ് ഹൈ വോൾട്ടേജ് കാർബൺ ബ്രഷസ് ഇൻസ്റ്റെഡ് ഓഫ് ലോ വോൾട്ടേജ് കാർബൺ ബ്രഷസ് വിച്ച് reduces the current during commutation. ഈ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഹൈ വോൾട്ടേജ് കാർബൺ ബ്രഷുകൾ ഉപയോഗിക്കുക rather than your low voltage. Thus you can increase your resistance and you can reduce the
കറണ്ട്. ഓക്കെ, ആ കറണ്ട് ഫ്ലോനെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ സമയത്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ക്യാൻ ബി റെഡ്യൂസ്ഡ്. അങ്ങനെ സ്പാർക്കിംഗ് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അല്ല, ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യുന്നത് ഓക്കെ, ഇഫ് ആർമേച്ചർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ കമ്മ്യൂട്ടേഷൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ഇവിടെ ഐഡിയൽ കമ്മ്യൂട്ടേഷൻ്റെ ഗ്രാഫ് വരും. ഇത് ഐ സി, ഇതെന്താണ് മൈനസ് ഐ സി. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റഡി ആയിരുന്നു, ഇവിടെ നിന്ന് കമ്മ്യൂട്ടേഷൻ കുറഞ്ഞു, ഇവിടെയും കുറഞ്ഞു. അതായത് ഈ സമയമാണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ പീരീഡ്. എന്തിനുള്ളത്, പ്ലസ് ഐ സിയിൽ നിന്ന് മൈനസ് ഐ സിയിലേക്ക് എത്താനുള്ള ഈ സമയത്തിനാണ് കമ്മ്യൂട്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്, കറണ്ട് റിവേഴ്സലിലെ പീരീഡ്. ഇതാണ് നമ്മുടെ സാധാരണ കമ്മ്യൂട്ടേഷൻ്റെ സമയത്ത്. ഇതിൽ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് സ്പാർക്കിംഗ് ഒക്കെ കുറയും. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇത് നമ്മുടെ ഒരു ഐഡിയൽ ഗ്രാഫാണ്. ഇവിടെ നമ്മൾ നോ ആർ സി, സപ്പോസ് നമ്മൾ റെസിസ്റ്റൻസ് ഇൻ ദ കോയിൽ ആർ സി എന്ന് പറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ്റെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആർ സി. ഇനി ആർ സി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് പോലെയാണ് ഇഫ് യു ആർ കൺസിഡറിങ് ആർ സി. നിങ്ങൾ ആർ സി റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ റെസിസ്റ്റർ കമ്മ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതാണ് വരിക, മറ്റേത് എന്താണ്, ഐഡിയലാണ്. ഓക്കെ, ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ ഹയർ ആക്കി എടുക്കണം. ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇത് ആക്ച്വലി. ഓക്കെ, ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് ഹയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ട് മുതലായ ആ പ്രശ്നം അല്ലെങ്കിൽ ഹൈ കറണ്ടുള്ള പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അപ്പം എപ്പോഴും ഓർക്കുക, റെസിസ്റ്റൻസ് ഓഫ് ദ ബ്രഷ് ഷുഡ് ബി ഹൈ. റെസിസ്റ്റൻസ് ഓഫ് ദ ബ്രഷ് ഷുഡ് ബി ഹൈ. ക്ലിയർ? അങ്ങനെ ബ്രഷിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ ഹൈ ആക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി വരും. എന്താണ് പ്രശ്നം? ഈ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മളിങ്ങനെ ഹൈ ആക്കുമ്പോൾ ബ്രഷിന് ഡ്രോപ്പ് സംഭവിക്കാം, അല്ലെ? ബ്രഷ് ഡ്രോപ്പ് ഉണ്ടാവും. ഈ ബ്രഷ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ ഒരു ഡ്രോപ്പാണ്, അപ്പോൾ എഫിഷ്യൻസി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന മെത്തേഡുകളൊക്കെ വളരെ ചെറിയ ഡി സി മെഷീൻ, സ്മോൾ ഡി സി മെഷീൻസിൽ ഉപയോഗിക്കുള്ളൂ. അതായത് ഫ്രാക്ഷണൽ KW ഉള്ള മെഷീനുകൾക്ക്, ചെറിയ കിലോ വാട്ടുള്ള മെഷീനുകൾക്ക് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് കാരണം നമ്മുടെ ബ്രഷ് റെസിസ്റ്റൻസ് കൂട്ടുന്ന ഈ മെത്തേഡ് കാരണം നമുക്ക് എഫിഷ്യൻസി എന്ത് ചെയ്യാം, കുറയാം. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ആക്ച്വലി രണ്ടാമത്തെ കമ്മ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നത്, അതായത് ഡിലേഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അതാണ് എന്ത്, ഡിലേഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ഡി സിയിൽ നമ്മൾ ഇൻഡക്റ്റൻസ് ഒക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരി, ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്യില്ലോ, കാരണം നമ്മൾ കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അപ്പം ഇൻഡക്റ്റൻസ് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ടിലെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അത് വരുന്നില്ല. പക്ഷേ ഒരു ഡിലേഡ് കമ്മ്യൂട്ടേഷനിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അല്ല വരുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ കമ്മ്യൂട്ടേഷൻ്റെ സമയത്ത് കറണ്ട് റിവേഴ്സിൽ പ്ലസ് ഐ സിന്ന് മൈനസ് ഐ സിയിലേക്കോ അല്ല തിരിച്ചോ നടക്കാം. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എങ്ങനെ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അതെങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഒപ്പോസസ്, കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് നമുക്കറിയാം, എപ്പോഴും ആ ഫിനോമിനൻ അറിയാം. ഒപ്പോസസ് എന്തിനു ഒപ്പോസ് ചെയ്യും? ചേഞ്ച് ഓഫ് കറണ്ട്. ഓക്കെ, ചേഞ്ച് ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും ബൈ ഇൻഡ്യൂസിങ് ആൻ EMF. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി അവിടെ വരും. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വോൾട്ടേജിനെ വിളിക്കുന്നവരാണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. ഓക്കെ, റിയാക്റ്റൻസ് വോൾട്ടേജ്. ഈ EMF എന്ത് ഡിലേ ചെയ്യും? ദിസ് EMF വിൽ ഡിലേ ദ കമ്മ്യൂട്ടേഷൻ. ഈ ഉണ്ടാവുന്ന EMF എന്തിനെ ഡിലേ ചെയ്യും? കമ്മ്യൂട്ടേഷനെ ഡിലേ ചെയ്യും. ഓക്കെ, ഇതിനെ റിയാക്റ്റൻസ് വോൾട്ടേജ് എന്ന് വിളിക്കും.
ഇത് സാധാരണ നമ്മുടെ വോൾട്ടേജ് തന്നെ, അതായത് നമ്മുടെ L/di/dt, അല്ലെങ്കിൽ വേറൊരു ഫോർമുല ഇതിൽ പറയാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചില സ്ഥലത്ത് കാണാറുണ്ട് L/2i/Tc എന്നുള്ള ഫോർമുലയും കാണാറുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. റിയാക്റ്റൻസ് വോൾട്ടേജിൻ്റെ ഫോർമുലയാണത്. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ്, നമുക്കിവിടെ എന്താണ് ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡക്റ്റൻസും കൂടി എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡക്റ്റൻസ് കോയിലിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഒപ്പോസ് ദ ചേഞ്ച് ഓഫ് കറണ്ട്, അല്ലെ, ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാന്നുള്ള പ്രോപ്പർട്ടി വരും. ആ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ, ചേഞ്ച് ഇൻ കറണ്ടിൻ്റെ ഇത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, EMF വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ EMF എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂട്ടേഷൻ എന്ത് ചെയ്യും, ഡിലേ ചെയ്യും. ഓക്കെ, കമ്മ്യൂട്ടേഷൻ എന്ത് ചെയ്യും, ഡിലേ ചെയ്യും. അത് ആ ഒരു കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിനെ ഡിലേ ചെയ്യും. അപ്പോൾ ഈ ഗ്രാഫിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സെയിം ആയിരിക്കും. ഇത് RC വിത്ത് റെസ്പെക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ EMF നമ്മുടെ വോൾട്ടേജ് എന്ത് ചെയ്തു, കൂടി. കാരണം എന്ന് വെച്ചാൽ സഡൻ ചേഞ്ച് ഇൻ കറണ്ടാണ് ഹാപ്പൻ ചെയ്തത്. കാരണം di/dt, അതായത് സഡൻ ചേഞ്ച് ഇൻ കറണ്ടാണ്. കറണ്ടിൻ്റെ സഡൻ ചേഞ്ച് നടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഹൈ വോൾട്ടേജ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ശരിയല്ലേ, അങ്ങനെ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തതിന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും. ഓക്കെ, സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും. കാരണം എയറുമായിട്ട് അയണൈസ് ചെയ്ത് സ്പാർക്കിംഗ് ഒക്കർ ചെയ്യും. ആ സ്പാർക്കിംഗ് ഒക്കർ ചെയ്യുന്ന കാരണം നമ്മുടെ മൈക്കയുടെ ഇൻസുലേഷനുകളൊക്കെ എന്ത് ചെയ്യാം, ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കറണ്ട്, ഇഫ് യുവർ കറണ്ട് ഈസ് നോട്ട് റിവേഴ്സ്ഡ് ബൈ ദിസ് TC, ഈ TCയിൽ കറണ്ട് റിവേഴ്സൽ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സഡൻലി ചേഞ്ച് വരുന്നതുകൊണ്ട് ഹൈ വോൾട്ടേജ് ഉണ്ടാവും. ഈ ഹൈ വോൾട്ടേജ് വിൽ കോസ് സ്പാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഡിലേഡ് കമ്മ്യൂട്ടേഷനും കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാട് തന്നെയാണ്. അപ്പോൾ ഈ റിസ്ക് എങ്ങനെ ഉണ്ടാവുന്നത്, ഈ റിസ്ക് കാരണം എന്താ ഉണ്ടാവുന്നത്, ഇവിടെ റിയാക്റ്റൻസ് വോൾട്ടേജും ഉണ്ടാവുന്നുണ്ട്. കാരണം റിയാക്റ്റൻസ് വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ ഒരു റിസ്കി പ്രോസസ്സാണ്. ഈ റിയാക്റ്റൻസ് ഉണ്ടാവുന്ന ഈ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. ക്ലിയർ, ഈ ഡിലേഡുള്ള കമ്മ്യൂട്ടേഷന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഡിലേഡ് കമ്മ്യൂട്ടേഷനും അവോയ്ഡ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഓക്കെ, ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ എത്തുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആവും. ഹിയർ ഇറ്റ് വിൽ ബി എ ഷാർപ്പ് കർവ്, ഇവിടെ ഇങ്ങനെ വരും. അതായത് ഈ ഒക്കർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, സ്പാർക്കിംഗ് ഒക്കർ ചെയ്ത് സഡൻ ചേഞ്ച് വരുന്നില്ല. സഡൻ ചേഞ്ചിൽ നമുക്ക് കറണ്ട് റിവേഴ്സൽ നടക്കും. അപ്പോൾ കറണ്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, സ്പാർക്കിംഗ് ഒക്കർ ചെയ്ത് മൈക്ക ഇൻസുലേഷനൊക്കെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിലേഡ് കമ്മ്യൂട്ടേഷനും കുറച്ച് റിസ്ക്കിയാണ്. അപ്പം ഇതും എന്ത് ചെയ്യേണ്ടി വരും, എലിമിനേറ്റ് ചെയ്യണം. എന്തിനാ എലിമിനേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഈ റിയാക്റ്റൻസ് വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അത് റിയാക്റ്റൻസ് വോൾട്ടേജ് ഡിലേ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഉണ്ടാകുന്ന റിയാക്റ്റൻസ് വോൾട്ടേജിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ആലോചിക്കേണ്ടി വരും. അത് നമ്മൾ പിന്നെ പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടിയിട്ട് നമുക്ക് കറണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ എഫിഷ്യൻസി കുറയുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസിനെ കൺസിഡർ ചെയ്യാതെ പോകാനേ പറ്റില്ല. അപ്പോൾ ഇൻഡക്റ്റൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ സഡൻ ചേഞ്ച് ഓഫ് കറണ്ടാണ് ഉണ്ടാകുന്നത്. അവിടെ സഡൻ ചേഞ്ച് ഓഫ് കറണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസ് വിൽ ഒപ്പോസ് ദ ചേഞ്ച് ഓഫ് കറണ്ട്, അല്ലേ, ചേഞ്ച് ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഒരു EMF ഉണ്ടാവും, അതാണ് റിയാക്റ്റൻസ് EMF അല്ലെങ്കിൽ റിയാക്റ്റൻസ് വോൾട്ടേജ്. ആ റിയാക്റ്റൻസ് വോൾട്ടേജിൽ എന്ത് ചെയ്യും, ഈ ഉണ്ടാകുന്ന കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിനെ എന്ത് ചെയ്യും, ഡിലേ ചെയ്യും, അല്ലേ. അതെങ്ങനെയാണ് ഡിലേ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഹൈ കറണ്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ടാവും. ആ ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ സ്പാർക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസുലേഷനൊക്കെ എന്ത് ചെയ്യാം, ഡാമേജ് ചെയ്യുക. അതുകൊണ്ട് ഇതും ഒരു റിസ്കി പ്രോസസ്സാണ്. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനമാണ്. ഓക്കെ, ഇതാണ് സ്പാർക്കിംഗ് കൊണ്ട് കാണിച്ചത്. സോ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിലുള്ള മാർഗ്ഗമാണ് നിങ്ങളുടെ റിയാക്റ്റൻസ് വോൾട്ടേജിനെ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ കോമ്പൻസേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, ദർ ആർ 2 types ഓഫ് കമ്മ്യൂട്ടേഷൻസ് ലൈക്ക് ദിസ്, റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനും അതുപോലെ തന്നെ ഡിലേഡ് കമ്മ്യൂട്ടേഷനും. ക്ലിയർ, ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂട്ടേഷൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്.
ഇനി അടുത്തൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് യുവർ ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ ന്യൂട്ടൺസ് ലോ പറയുന്ന പോലെ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സം ആക്ഷൻ. അല്ല, ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ ഉണ്ടാകുന്നത്. ആക്ച്വലി നമ്മൾ ഇവിടുത്തെ ആക്ഷൻ എന്താണ്, ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെഷീനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, അതിൻ്റെ കാരണക്കാരൻ ആരാണ്, ഫീൽഡ് വൈൻഡിങ് അല്ലേ, കറക്റ്റ് അല്ലേ? അതായത് ഫീൽഡ് വൈൻഡിങ് പ്രൊഡ്യൂസസ് ഫ്ലക്സ് ഇൻ ദ മെഷീൻ ആണല്ലോ. ഈ ഫ്ലക്സ് കാരണം ഇ എം എഫ് പ്രൊഡക്ഷൻ നടക്കുന്നു. എവിടെ നടക്കുന്നു? ഇ എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വൈൻഡിങ് അല്ലേ. ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇ എം എഫ് ആർമേച്ചർ വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ആർമേച്ചർ വൈൻഡിങ്ങിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുമല്ലോ. ദസ് കറണ്ട് ഫ്ലോ ഇൻ ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവണം. ആർമേച്ചർ വൈൻഡിങ്ങിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ കൺസെപ്റ്റ്. ശരിയല്ലേ? ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, നിങ്ങളിവിടെ നിങ്ങളുടെ ഫീൽഡ് ഫ്ലക്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. കാരണം ഇവിടുത്തെ ഒരു ആക്ഷൻ തുടങ്ങി, അത് ഫ്ലക്സ് വഴി ഇ എം എഫ് ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടാവും, അതായത് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് അൾട്ടിമേറ്റ്ലി ആർമേച്ചർ ഫ്ലക്സ് തന്നെയാണ്. അപ്പോൾ ഈ ഫീൽഡ് ഫ്ലക്ഷൻ ആക്ഷനും നിങ്ങളുടെ ആർമേച്ചർ ഫ്ലക്സ് ആയിരിക്കും എന്ത്, നമ്മുടെ റിയാക്ഷനും. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് ആക്ഷനും ആർമേച്ചർ ഫ്ലക്സ് ആയിരിക്കും നിങ്ങളുടെ എന്ത്, ആർമേച്ചർ ഫ്ലക്സ് വിൽ ബി റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫീൽഡ് ഫ്ലക്സ് കൊടുത്തു, ഇവിടെ ഇ എം എഫ് ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടായി, ഇവിടെ കറണ്ട് ഉണ്ടായി. ഇത് തന്നെയാണ് ഫ്ലക്സ്, ആർമേച്ചർ ഫ്ലക്സ് ആയിട്ട് പോയത്. അപ്പോൾ ഈ പറഞ്ഞ ആർമേച്ചർ ഫ്ലക്സ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ആർമേച്ചർ റിയാക്ഷൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ആർമേച്ചർ റിയാക്ഷൻ റെപ്രസെൻറ്റ്സ് ദ ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആർമേച്ചർ കറണ്ട്. ശരിയല്ലേ? അതായത് ഈ ഓർഡർ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ആർമേച്ചർ റിയാക്ഷൻ ആർമേച്ചർ റിയാക്ഷൻ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഈ ആർമേച്ചർ ഫ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ശരിയല്ലേ? ഫ്ലക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തത് ആരെ കൊണ്ടാണ്? ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തത് ആർമേച്ചർ കറണ്ട് കൊണ്ടാണ്. ആർമേച്ചർ കറണ്ട് ആരുടെ ഇൻഎഫക്റ്റ് കൊണ്ടുണ്ടായതാണ്? ആർമേച്ചർ കറണ്ട് ഇൻഎഫക്റ്റ്ലി ആരുടെ കൊണ്ടുണ്ടായതാണ്? ഫീൽഡ് വൈൻഡിങ്, അതായത് ഫീൽഡ് ഫ്ലക്സ് കൊണ്ടുണ്ടായതല്ലേ. ശരിയല്ല? അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് ഒരു ആക്ഷനും ആർമേച്ചർ ഫ്ലക്സ് ഒരു റിയാക്ഷനുമായിട്ട് കൺസിഡർ നമുക്ക് ചെയ്യാം. ക്ലിയർ? ഇതാണ് ജനറലി ഒരു ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷൻ ഇങ്ങനെ ഒക്കറിയും രണ്ട് പ്രശ്നങ്ങൾ വരും. 2 എഫക്ട്സ്. ഓക്കെ, 2 ശരിയായ എഫക്ട്സ് അല്ല, അൺഡിസൈറബിൾ എഫക്ട്സ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത 2 എഫക്റ്റുകൾ വരും. അപ്പോൾ ഇങ്ങനെ രണ്ടും ഓപ്പോസിറ്റ്ലി വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഡിസ്റ്റോർഷൻ ഓഫ്, ഇത് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ എഫക്ട്സ്. ഡിസ്റ്റോർഷൻ ഓഫ് മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെ ഡിസ്റ്റോർഷൻ, അതുപോലെ തന്നെ നെറ്റ് റിഡക്ഷൻ ഇൻ ദ ഫീൽഡ് ഫ്ലക്സ് പെർ പോൾ. ഓക്കെ, നെറ്റ് റിഡക്ഷൻ ഇൻ ദ ഫീൽഡ് ഫ്ലക്സ് പെർ പോൾ. അപ്പം മെയിൻ ഫീൽഡിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കും, അതുപോലെ തന്നെ ഫീൽഡ് ഫ്ലക്സ് പെർ പോളിൽ കുറവും സംഭവിക്കും. ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ ഫീൽഡ് ഫ്ലക്സിൻ്റെ കാരണക്കാരനാണ്. ഫീൽഡ് ഫ്ലക്സിൽ കുറവ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ഫ്ലക്സ് ഡെൻസിറ്റി, നിങ്ങളുടെ ഫീൽഡ് പോൾസിലെ ഫ്ലക്സ് ഡെൻസിറ്റി എന്താവുന്നു? ഫ്ലക്സ് ഡെൻസിറ്റി ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യാണ്? ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സിമിലർലി ഫീൽഡ് ഫ്ലക്സ് പെർ പോളിൽ റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇ എം എഫും അതുപോലെ ടോർക്കും എന്ത് ചെയ്യുവാണ്? റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇ എം എഫും ടോർക്കും എങ്ങനെ റെഡ്യൂസ് ചെയ്യുക? നിങ്ങളുടെ മെയിൻ ഫീൽഡ് ഫ്ലക്സിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി കുറയാണ്. ഡെൻസിറ്റി കുറയുമ്പോൾ നിങ്ങൾക്ക് ഇ എം എഫ് കുറയും. ശരിയല്ലേ? അതുപോലെ തന്നെ ടോർക്ക് എങ്ങനെ കുറഞ്ഞു? I/L/B അല്ലെങ്കിൽ I/L×B. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കുറയുമ്പോൾ ടോർക്കും എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ ഓഫ് ദ ഫീൽഡ് ഫ്ലക്സും റിഡക്ഷൻ ഇൻ ദ ഫീൽഡ് ഫ്ലക്സ് പോറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ 2 എഫക്ട്സ് ഉണ്ട്, അത് നമ്മളാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫീൽഡ് റിഡക്ഷൻ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, അതിനു വേണ്ടി നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്യാം. Okay, suppose this is north and south. ഓക്കെ, ഇത് കറക്റ്റ് റൗണ്ടിൽ വരണേ, വരച്ചപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ പോലെ ഇവിടെ ബ്രഷുകൾ ഉണ്ടാവും, ഇവിടെ നമ്മുടെ കോയിലുകൾ ഉണ്ടാവും. coils ഉണ്ടാവും. Here you will be having your brushes. Okay, അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ സാധാരണ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോവുക, നമ്മളെ ഫീൽഡ് പോൾസ് കാരണം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോവുക. അതായത് ഈ ഡയറക്ഷനിലാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത് അല്ലേ. നമുക്ക് ആ ഫീൽഡ് ലൈൻസിനെ നമുക്കൊന്ന് കാണിക്കാം. സോ ഈ ഡയറക്ഷനിലാണ് നമ്മളെ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് ലൈൻസ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഫ്ലക്സ് ലൈൻസ് നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് വി ആർ ടെല്ലിങ്, അതായത് ഫീൽഡ് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പോകുന്നു, ശരിയല്ലേ. ഇതാണ് നിങ്ങളുടെ FF, ഞാൻ ഫീൽഡ് ഫ്ലക്സ് ലൈൻസിൽ ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഈ FFൻ്റെ ഈ ആക്സിസ്, ഇത് ഏതാ ആക്സിസ്, അതായത് ഈ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ആക്സിസ് ആണ് നമ്മുടെ D ആക്സിസ് അല്ലേ, നമുക്കറിയാം D ആക്സിസ് ആണിത്. ഓക്കെ, ഈ D ആക്സിസിന് അല്ലെങ്കിൽ ഫീൽഡ് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടാവുമല്ലോ. ഫീൽഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുന്നു. പെർപെൻഡിക്കുലർ ആക്സിസ് ടു FF അല്ലെ FFന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ്, അതിൻ്റെ പേരാണ് ജോമെട്രിക്കൽ ന്യൂട്രൽ പ്ലെയിൻ. ഇല്ല, എടുത്തിട്ടില്ല, ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. അല്ലെങ്കിൽ നമുക്കറിയാം അത് ഈ D ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്, ആക്സിസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ആക്സിസ് ഉണ്ട്, അതാണ് നമ്മുടെ Q ആക്സിസ്, ശരിയല്ലേ. Q ആക്സിസ് ഉണ്ട്, അപ്പം അതാണ് D ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് Q ആക്സിസ് ഉണ്ട്. ഈ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഈ FFന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ട്, അതാണ് ജോമെട്രിക്കൽ ന്യൂട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. ക്ലിയർ, അത് പഠിച്ചു വയ്ക്കുക. ഇതാണ് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ, ന്യൂട്രൽ ആക്സിസ് ഈസ് റെപ്രസെൻറ്റിങ് ദ ആക്സിസ് അലോങ് വിച്ച് ഇഫ് ദ കോയിൽ ലൈൻസ്, ഈ ആക്സിസിൽ ഒരു കോയിൽ ലൈ ചെയ്യാന്ന് വിചാരിക്കും. അതായത് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ ഒരു കോയിൽ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് അവിടെ ന്യൂട്രൽ എന്ന പേര് വരുന്നത്. ക്ലിയർ, ആ ആക്സിസിൽ ഒരു കോയിൽ ലൈ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ EMF എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ, അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതെന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ വെലോസിറ്റീൻ്റെ ഇത് പറയണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ വെലോസിറ്റി ഉള്ളത്. സിമിലർലി ഈ കോയിലിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിലും ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ വെലോസിറ്റി മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ വെലോസിറ്റീൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് E = V×B dl അല്ലേ. അതായത് ഇവിടെ വിയും നമ്മുടെ ഫീൽഡും, ഇതാണല്ലോ ഫീൽഡ്, ഇങ്ങോട്ടേക്കാണല്ലോ നമ്മൾ ഫീൽഡ് മൂവ്മെൻറ്റ് വരച്ചത്. ഈ വെലോസിറ്റിയും ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ, അതായത് രണ്ടും പാരലാണ് അല്ലേ. അപ്പോൾ VB sin θ ആണ് V×B, ശരിയല്ലേ. പാരലാകുമ്പോൾ തീറ്റ 0 ആയിരിക്കും, തീറ്റ 0 ആകുമ്പോൾ EMF 0 ആയിരിക്കും. അങ്ങനെ പാരലലി ഉള്ള മൂവ്മെൻറ്റിൽ
EMF 0 വരുന്ന ഈ ആക്സിസിൻ്റെ പേരാണ് നമ്മൾ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോമെട്രിക്കൽ എന്നല്ല, അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഈസ് നത്തിങ് ബട്ട് the velocity and magnetic field is going parallel ആവാം അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവാം. തിരിച്ചതാ വെലോസിറ്റി ഇങ്ങനെയാണ് പോകുന്നത്, വെലോസിറ്റി ഇങ്ങനെയും പോകുന്നുണ്ടല്ലോ. അപ്പോൾ 180 വരും, അപ്പോഴും എന്ത് വരും, EMF 0 വരും. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ വിയും ബിയും പാരലൽ ഓർ ആൻറ്റി പാരലൽ പോയാൽ EMF 0 ആവുന്നു. ആ ആക്സിസിനെ വിളിക്കുന്നവരാണ് ന്യൂട്രൽ ആക്സിസ്. അതായത് അവിടെ EMF എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പം ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുക, നമ്മളുടെ ഫീൽഡ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഫീൽഡ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അത് ഓർത്ത് വയ്ക്കാം. സിമിലർലി ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഈ ഫീൽഡ് MMFൻ്റെ അലോങ്ങുള്ള ആക്സിസ് D ആക്സിസും നമ്മളുടെ ഫീൽഡ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് 90 ഡിഗ്രി ഉള്ള ആക്സിസ് എന്താണ്, Q ആക്സിസുമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളുടെ ഫീൽഡ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് നമുക്ക് Q ആക്സിസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ക്ലിയർ? അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ഓർത്ത് വയ്ക്കാം. ഇനി ഓർക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ ഫീൽഡിൻ്റെ ഡയറക്ഷനെ. ഞാൻ ഇവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഫീൽഡ് ഇങ്ങനെയാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ FF ഇങ്ങനെ വരച്ചത്. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടോർക്കിൻ്റെ കാര്യമാണ്. ഓക്കെ, ടോർക്കിൻ്റെ കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ജനറേറ്ററിൽ സാധാരണ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ, സപ്പോസ് ഇതാണ് നിങ്ങളുടെ ഷാഫ്റ്റ് എന്ന് വിചാരിക്കും. നിങ്ങളുടെ ജനറേറ്ററിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ആംഗുലർ വെലോസിറ്റി എങ്കിൽ, ഓക്കെ, ഇത് റൊട്ടേഷൻ ഈസ് ലൈക്ക് ദിസ്, ദെൻ നമ്മളുടെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യാനുള്ളത്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രൈം മൂവറിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഡെവലപ്ഡ് ടോർക്ക്. ക്ലിയർ? ഇനി മോട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിവിടെ 2 കാര്യങ്ങൾ ഇടുന്നു. അതായത് ഇവിടെ ഒരു ആരോ മാർക്ക് ഇടുന്നു, എന്നിട്ട് പറയുന്നതാണ് നിങ്ങളുടെ ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ. ഓക്കെ, ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ. ഇവിടെ നിങ്ങൾക്ക് ആരെ വരുന്നത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പം ഇത് മോട്ടർ എടുക്കുന്നു. മോട്ടറിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, നിങ്ങളുടെ റൊട്ടേഷൻ ഇങ്ങനെയായിരിക്കും. ഇവിടെ തന്നെയാണ് ഡെവലപ്ഡ് ടോർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഡെവലപ്ഡ് ടോർക്ക് ഉണ്ടാകുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ടോർക്ക് ഉണ്ടാവും, അതാണ് ലോഡ് ടോർക്ക്. ക്ലിയർ? അതാണ് എന്ത്, ലോഡ് ടോർക്ക്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പറഞ്ഞാൽ, അതിൻ്റെ ബേസ് എന്താന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, ഡെവലപ്ഡ് ടോർക്ക് ഈസ് ദ ടോർക്ക് ഇൻ വിച്ച് എനി മെഷീൻ ഡെവലപ്പ്. ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എന്ന്. അതായത് ഔട്ട്പുട്ട് നമ്മൾക്ക് എന്താണോ ഇത്, ഇപ്പോൾ നമ്മളിവിടെ ജനറേറ്ററിൻ്റെ കേസിൽ പ്രൈം മൂവർ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടോർക്കാണ് ഡെവലപ്ഡ് ടോർക്ക്. മോട്ടറിൻ്റെ കേസിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ലോഡ് ടോർക്ക് ഉണ്ടാവും, കാരണം മെക്കാനിക്കലാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെന്ത് ലോഡ് ടോർക്ക് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ ടോർക്കിനെ അനുസരിച്ച് മനസ്സിലായാലും ഇത് പഠിച്ചു വയ്ക്കുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ മെഷീൻ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എപ്പോഴും. ഓക്കെ, മെഷീൻ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കാണ് ഡെവലപ്ഡ് ടോർക്ക്. അപ്പോൾ ഈ കേസിൽ ഇഫ് നമ്മുടെ ഈ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ഒമേഗ ജി. അതായത് ജനറേറ്റർ ഫ്ലോ ചെയ്യുന്നത് ഇത്തരത്തിലാണെന്ന് വിചാരിക്കുന്നത്. ജനറേറ്റർ ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് അതേ ഡയറക്ഷനിലല്ല. ഇവിടെ ഒമേഗ ഇങ്ങനെയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് എങ്ങോട്ടാണ്, ഓപ്പോസിറ്റാണ്, അല്ലേ? അപ്പോൾ ജനറേറ്റർ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക, ജനറേറ്ററിൻ്റെ ടോർക്ക് വിൽ ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലിയർ? വാട്ട് വിൽ ബി ദ കേസ് ഓഫ് യുവർ മോട്ടർ? മോട്ടറിൻ്റെ കേസ് നോക്കുക, നിങ്ങളുടെ ഒമേഗ താഴേക്കാണ്. ഓക്കെ, ഒമേഗ താഴേക്കാണ് ഇൻ ദ സെൻസ്, കാരണം ഇവിടെ ജനറേറ്റർ നമ്മൾ പറയുമ്പോൾ ഒമേഗ ഇറ്റ് വിൽ ബി ഡൗൺവേർഡ്. ഒമേഗേൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡെവലപ്ഡ് ടോർക്കും, ശരിയല്ല? ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ ടോർക്ക്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ? അപ്പോൾ ഇനി
ഇത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കൂ. ഇഫ് നിങ്ങളുടെ ജനറേറ്ററിൻ്റെ ടോർക്ക് വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറേറ്ററിൻ്റെ ടോർക്കും ഓപ്പോസിറ്റാന്ന് പറയേണ്ടി വരും. ഇഫ് നിങ്ങളുടെ മോട്ടറിൻ്റെ ടോർക്ക് അപ്വേർഡ്സ് ആണെങ്കിൽ നിങ്ങളുടെ മോട്ടറിൻ്റെ ടോർക്കും എന്താണ്, അപ്വേർഡ്സ് ആണ്. ഓക്കെ, ഇഫ് യു കമ്പയർ ദീസ് ടു, നിങ്ങളിത് രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ റൊട്ടേഷൻ സെയിം ആണെങ്കിൽ, എന്ത് റൊട്ടേഷൻ, ഏതിൻ്റെയൊക്കെ റൊട്ടേഷൻ, നിങ്ങളുടെ മോട്ടറിൻ്റെയും ജനറേറ്ററിൻ്റെയും റൊട്ടേഷൻ സെയിം ആണെങ്കിൽ, മോട്ടറിൻ്റെയും ജനറേറ്ററിൻ്റെയും റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ റൊട്ടേഷൻ. അപ്പോൾ ഒമേഗ ജിയും ഒമേഗ എമ്മും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങളുടെ ടോർക്ക് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി ഇഫ് യുവർ ജനറേറ്റർ ആൻഡ് മോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഒമേഗ ജി ഇങ്ങോട്ട് പോകുന്നു, ഒമേഗ എം എങ്ങോട്ടേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇഫ് സപ്പോസ് നിങ്ങളുടെ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടോർക്ക് പക്ഷേ എന്ത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക, സെയിം ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അതായത് ഈ റൊട്ടേഷൻ സെയിം ആകുമ്പോൾ ടോർക്ക് ഓപ്പോസിറ്റും റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ ടോർക്ക് എന്താണ്, സെയിമും. ഈ ടോർക്കും കറണ്ട് തമ്മിലുള്ള റിലേഷൻ എന്താ, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇഫ് ദ റൊട്ടേഷൻ ഈസ് സെയിം then torque is opposite, that is the current is also opposite. Then if rotation is opposite then torque is same, so same current flows. Okay, അപ്പോൾ നമുക്കത് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ എഴുതാം. ഇഫ് റൊട്ടേഷൻ ഈസ് സെയിം, റൊട്ടേഷൻ സെയിം ആണെങ്കിൽ ടോർക്ക് ഈസ് ഓപ്പോസിറ്റ്, ടോർക്ക് എങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അപ്പോൾ കറണ്ട് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. Okay, then if rotation is different, then torque is same, so current is same. Okay, അപ്പോൾ നമുക്ക് ഈ ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെയും ഡയറക്ഷൻ കാണിക്കാനാണ്. എന്തിനാണ് നമ്മളിതൊക്കെ പറഞ്ഞത്? ഇതാ ഇവിടുത്തെ ഈ ഡയറക്ഷൻ ഞാനിവിടെ ജനറേറ്ററിന് ഇങ്ങനെയാണെന്ന് കാണിക്കുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് കാണിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും എന്ന് കാണിക്കാനുള്ള ഇതാണ്. അപ്പം ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും നമുക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. കറണ്ട് ഒന്നെങ്കിൽ സെയിം ഡയറക്ഷൻ എടുക്കാം, കറണ്ട് സെയിം ഡയറക്ഷൻ ആയിരിക്കും, പക്ഷേ റൊട്ടേഷൻ എന്താവണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവണം. അല്ലെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ആവണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ കറണ്ട് സെയിം എടുത്തു, പക്ഷേ മോട്ടറിൻ്റെ റൊട്ടേഷൻ എന്താണ്, ഡിഫറെൻ്റ് എടുത്തു. ക്ലിയർ? അപ്പം ജനറേറ്ററിൻ്റെ, കാരണം കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കൽ കുറച്ച് ടീഡിയസ് പ്രോസസ്സാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡോട്ടും ക്രോസും ഇടാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറണ്ട് ജനറേറ്ററിൻ്റെ അതേ ഓപ്പോസിറ്റിൽ മോട്ടറും കറങ്ങും, കറണ്ട് എന്താണ് ഇവിടെ സെയിം ആണെന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന് നേരെ തിരിച്ചുള്ള ഗ്രാഫ് നമ്മളിപ്പോൾ വരയ്ക്കാം. അതായത് ഇഫ് യു ആർ അസ്യൂമിങ് ദാറ്റ് നമ്മളിവിടുത്തെ ഇവിടെ നോർത്ത് സൗത്ത് ഉണ്ടാവും. ഓക്കെ, ഇവിടുത്തെ കോയിലുകൾ നമ്മളിവിടെ വരയ്ക്കുന്നു. അപ്പം കോയിലുകൾ വരയ്ക്കുമ്പോൾ കോയിലുകൾക്ക് നമുക്ക് നേരത്തെ പോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഡോട്ടും ക്രോസും വരും. അപ്പോൾ ഫീൽഡും ഇത് നോക്കിയിട്ട് നമ്മൾ ഡോട്ടും ക്രോസും മാർക്ക് ചെയ്യുന്നുണ്ട്. ഡോട്ടും ക്രോസൊക്കെ മാർക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുക, കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്തെന്ന് നോക്കുക, തമ്പ് അതുപോലെ തന്നെ അലൈൻ ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. അതെപ്പോഴും പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് ഡോട്ടും ക്രോസും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ബ്രഷുകൾ നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ യുവർ ബ്രഷസ് വിൽ കം ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ബ്രഷ് വരും, ഇവിടെയും ബ്രഷ് വരും. ഓക്കെ, ബ്രഷസ് അവിടെ വരും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ ഇവിടുത്തെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഫ്ലോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ അക്രോസ് ഈ ഒരു ഫീൽഡ് വരും, സിമിലർലി ഇതിൻ്റെ അക്രോസും ഒരു ഫീൽഡ് വരും, അതുപോലെ തന്നെ ഇതിൻ്റെ അക്രോസും ഒരു
ഫീൽഡ് വരും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഫീൽഡിൻ്റെ കാരണം ഇത് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. ഡോട്ട് ക്രോസ് കാരണം ഇതിൻ്റെ ഫീൽഡ് ഡയറക്ഷൻ ഇത്തരത്തിലും ഇവിടെയും ഇറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഫീൽഡ് ഡയറക്ഷൻ വരും. ഓക്കെ, ഇനി ഇപ്പുറത്ത് ഇതുപോലെ ഡോട്ടിന് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ഫീൽഡ് ഡയറക്ഷൻ വരും. ഓക്കെ, ഡോട്ടിന് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഫീൽഡ് ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇത്തരത്തിലാണ് നിങ്ങളുടെ ഫീൽഡ് ഡയറക്ഷൻ വരിക. ഇത്തരത്തിലാണ് ഫീൽഡ് ഡയറക്ഷൻ വരിക. ഓക്കെ, അപ്പം ഇത് നമുക്കറിയാം. അതായത് ഇത് നമ്മുടെ ഏത് ആക്സിസ് ആണ്? ഡി ആക്സിസ് ആണ്. ഇത് നമ്മളുടെ ഏത് ആക്സിസ് ആണ്? ക്യൂ ആക്സിസ് ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുന്നേ നമ്മളെ ബ്രഷസ് നമ്മളിവിടെ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതാണല്ലോ ബ്രഷ്. ബ്രഷ് എവിടെ കണക്ട് ചെയ്യുന്നത്? ക്യൂ ആക്സിസിൽ. ശരിയല്ലേ? അങ്ങനെ എന്തുകൊണ്ടാണ് ബ്രഷ് ക്യൂ ആക്സിസിൽ കണക്ട് ചെയ്യുന്നത്? മാക്സിമം ഇ എം എഫ് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ഇ എം എഫ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്പാർക്കിങ് നമുക്ക് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി അതവിടെ പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി ആക്സിസിലാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം ആക്ച്വലി ബ്രഷസ് എവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ? പോൾസിൻ്റെ അവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ കാണിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ്? ക്യൂ ആക്സിസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എഫ് എഫ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് നിങ്ങളുടെ എഫ് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ FAR എന്ന് പറയുന്ന ഒരു പുതിയ ആർമേച്ചറുണ്ട്. അത് കാണിക്കാനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? ക്യൂവും ഡിയും, അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടറുകളുടെ ആംഗിൾ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 90 അല്ലേ? അപ്പോൾ T ഈസ് പ്രൊപ്പോർഷണൽ ടു you will be having a new MMF. അതാണ് ആർമേച്ചർ റിയാക്ഷൻ MMF ഇൻറ്റു സൈൻ ഡെൽറ്റ 90 ആണെങ്കിൽ FFും FIRും. അതായത് FIR എന്ന് പറയുമ്പോൾ നമ്മുടെ ടോർക്ക് എന്താവും? മാക്സിമം ടോർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി യു വിൽ ബി ഗെറ്റിംഗ് ഇപ്പോൾ നമ്മൾ കറണ്ട് ഡയറക്ഷൻ അനുസരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് പുതിയൊരു MMF കിട്ടും. അതാണ് ഈ സാധനം. ക്ലിയർ? ഇത്തരത്തിൽ വരച്ചിരിക്കുന്ന ലൈനുകൾ. അപ്പോൾ ഇത് എങ്ങോട്ടേക്കാണ്? ഡൗൺവേർഡ്സ് ആണ്. ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ MMF. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ MMF. അപ്പോൾ ഫീൽഡ് MMF ഈ ഡയറക്ഷനിലും ആർമേച്ചർ MMF ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? റൈറ്റ് ഹാൻഡ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ കിട്ടിയത്? നമ്മൾ ഈ കറണ്ട് സെയിം എടുത്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണിത്. നമ്മൾ ഫീൽഡ് എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ FF മാത്രമായിരുന്നു. ആർമേച്ചർ റിയാക്ഷൻ്റെ MMF അല്ലെങ്കിൽ നമ്മൾ ആർമേച്ചർ ഫ്ലക്സിൻ്റെ MMF, ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള MMF അല്ലേ? ആ MMF ഈ ഡയറക്ഷനിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ FF ഇങ്ങോട്ടേക്കും FR താഴേക്കും. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് വരയ്ക്കാമെന്ന് വിചാരിക്കുക. റിസൾട്ടൻ്റ് ഈ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വളരെ നല്ല കൺസെപ്റ്റാണത്. അത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ആർമേച്ചർ റിയാക്ഷൻ ക്ലിയർ ആവും. ഓക്കെ, ഇത് നമ്മളുടെ കോയിലുകൾ. ഓക്കെ, അത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അത് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ അടിപൊളി ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ നേരത്തെ പോലെ ഓക്കെ, നമ്മൾ നോർത്തും നമ്മൾ സൗത്തും. ക്ലിയർ? നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നതെന്ന്. ഇവിടെ നമ്മുടെ ബ്രഷുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ
ആദ്യം അറിയേണ്ടത് നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് പ്രകാരം ഇങ്ങോട്ടായിരുന്നു ഫീൽഡ്, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കായിരുന്നു. നമ്മുടെ ഇത് പ്രകാരം നമ്മളുടെ ആർമേച്ചർ റിയാക്ഷൻ എങ്ങോട്ടേക്കാണ്? താഴേക്കാണ്. അതായത് ഫീൽഡ് ഇങ്ങോട്ടേക്കും നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ താഴേക്കുമാണ്, ശരിയല്ലേ? ഫീൽഡ് ഇങ്ങോട്ടേക്കും ആർമേച്ചർ റിയാക്ഷൻ താഴോട്ടുമാണ്. അപ്പോൾ ഞാനത് അവിടെ വരയ്ക്കാം. നിങ്ങളുടെ FF ഈ ഡയറക്ഷനിലും FAR ഏത് ഡയറക്ഷനിലുമാണ്? താഴേക്കുള്ള ഡയറക്ഷനിലാണ്. നമ്മൾ റിസൾട്ടൻ്റ് MMF കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് എങ്ങനെ വരുന്നു നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ രണ്ട് കൺസെപ്റ്റ് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ലീഡിങ് ടിപ്പും അതുപോലെ തന്നെ ട്രെയിലിംഗ് ടിപ്പുമാണ്. ഓക്കെ, ലീഡിങ് ടിപ്പും അതുപോലെ തന്നെ ട്രെയിലിംഗ് ടിപ്പുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എങ്ങനെ നമുക്കത് കാണാമെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഫീൽഡ് ഡയറക്ഷൻ നോക്കുക. ഓക്കെ, ഫീൽഡ് ഡയറക്ഷൻ നോക്കുക. നിങ്ങളുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, ഇതിലാണ് നിങ്ങളെ ഫീൽഡ് പോകുന്നത്, അതിൽ സംശയമില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. അതായത് ഒരെണ്ണം റൈറ്റിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരെണ്ണം ലെഫ്റ്റിലേക്കും വരുന്നുണ്ട്, ശരിയല്ലേ? ഇവിടെ റൈറ്റിലേക്ക് വരുന്നുണ്ട്, ഇവിടെ ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട്. സിമിലർലി ഇത് ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്, ഇത് റൈറ്റിലേക്ക് പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്രാഫ് വരാൻ ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഫീൽഡ് പോകുന്ന അതേ ഡയറക്ഷനിലാണ്, ഇതും ഫീൽഡ് പോകുന്ന അതേ ഡയറക്ഷനിലാണ്. പക്ഷേ ഇത് ഫീൽഡ് പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇത് ഫീൽഡ് പോകുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇൻ എഫക്റ്റ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഫീൽഡ് പോകുന്ന ഡയറക്ഷനിലുള്ള ലൈനുകൾ ദിസ് ഈസ് ലൈൻ, ഈ ലൈനുകളും ഈ ഫീൽഡ് പോകുന്ന ലൈനുകളും ആഡ് ചെയ്യപ്പെടും. ഈ ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ലൈനുകൾ it will be subtracted, it will be get subtracted. അപ്പം what happens is, ഫീൽഡ് ഇങ്ങോട്ട് തന്നെ പോകുന്നു, ഇവിടെ ഇത് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യപ്പെടുന്നു. ഇത് എന്ത് ചെയ്യപ്പെടുന്നു? ഇത് ആഡ് ചെയ്യപ്പെടുന്നു, ഇതും ആഡ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഇതെന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. ക്ലിയർ? അപ്പോൾ അങ്ങനെ രണ്ട് ലൈനുകൾ ആഡ് ചെയ്യും, രണ്ട് സബ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റികൾ മാത്രമേ നമുക്ക് നിലനിൽക്കൂ. നമ്മളെ സബ്ട്രാക്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ ഫീൽഡുകൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ക്യാൻസൽ ഔട്ട്. അപ്പോൾ മോർ ഫീൽഡ് കോൺസെൻട്രേഷൻ എവിടെയൊക്കെ ഉണ്ടാവുക? ഈ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ ഫീൽഡ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്ത ഗ്രാഫിൽ വരയ്ക്കാൻ പോകുന്നത് ഫീൽഡ് കോൺസെൻട്രേഷൻ വിൽ ബി മോർ ഹിയർ ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ഹിയർ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ക്ലിയർ? അപ്പം ഇനിയുള്ള ഗ്രാഫുകളിൽ ഇവിടെ നെറ്റ് ഗ്രാഫിൽ എന്താ സംഭവിക്കുക? ഈ സൈഡിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും, ഈ സൈഡിലും ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും, ശരിയല്ലേ? ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഡിക്രീസിങ്, ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി വിൽ ബി ഡിക്രീസിങ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ക്ലിയർ? അത് ഈ രണ്ട് ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആദ്യം ഫീൽഡ് MMF പഠിച്ച ഗ്രാഫാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് വരുമ്പോൾ ഇത് ഡൗൺവേർഡ് ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ റിസൾട്ടൻ്റ് MMF നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് MMFൽ ഇവിടെ ഈ എഡ്ജിലും ഫ്ലക്സ് ഡെൻസിറ്റി കൂടും, ഇവിടെ രണ്ടും എന്ത് ചെയ്യും? ഫ്ലക്സ് ഡെൻസിറ്റി കുറയും. അപ്പോൾ യുവർ നെറ്റ് ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക്, നിങ്ങളുടെ നെറ്റ് ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി വിൽ ഷോ യു ഇത്തരത്തിൽ വരും. എന്താ ഇങ്ങനെ പോവും. ദെൻ ഇത്തരത്തിലുള്ളൊരു ഗ്രാഫാണ്, ഇത്തരത്തിലുള്ളൊരു ഫ്ലോ ആണ് നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ക്ലിയർ? ഇതിൻ്റെ ഈ എഫക്റ്റിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് എഫക്റ്റ് ഓഫ് യുവർ ആർമേച്ചർ റിയാക്ഷൻ. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് എഫക്റ്റ്. ക്ലിയർ? ഒരു സ്ഥലത്ത് ബി കൂടുന്നു, ഒരു സ്ഥലത്ത് ബി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ക്ലിയർ? നമുക്കറിയാം ഇങ്ങോട്ടേക്ക് ഏത് റൊട്ടേഷനാണ്? ജനറേറ്ററും ഈ സ്ഥലത്തേക്ക് ഏത് റൊട്ടേഷനാണ്? മോട്ടറുമാണ്. ഓക്കെ,
അത് രണ്ടും നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം റിസൾട്ടൻ്റ് MMF വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത് വെക്ടറാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ എന്ത് റിസൾട്ടൻ്റ് MMF. ക്ലിയർ? ഈ റിസൾട്ടൻ്റ് MMFൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് MMF ഈ ശരിക്കും MMF വിൽ ബി ഡ്യൂ ടു യുവർ എയർ ഗ്യാപ്പ് കാരണം ഉണ്ടാകുന്ന MMF ആണ്. അപ്പോൾ നമുക്ക് ഈ FRനെ നമുക്ക് എയർ ഗ്യാപ്പ് MMF എന്നും വിളിക്കാം. ഓക്കെ, റിസൾട്ടൻ്റ് MMF നമ്മൾ FR എന്ന് വിളിക്കുന്നു, നമുക്ക് എയർ ഗ്യാപ്പ് MMF എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ MMF ചേഞ്ച് ചെയ്യും, പക്ഷേ ഫീൽഡ് പോൾസിലെ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ശരിയല്ലേ? ഫീൽഡ് പോൾസിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു, ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഈ റിസൾട്ടൻ്റ് MMF കാരണം പുതിയൊരു ആക്സിസും കൂടി വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ GNA. ഈ റിസൾട്ടൻ്റ് MMF കാരണം പുതിയൊരു ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ദിസ് ഈസ് യുവർ MNA, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ക്ലിയർ? അപ്പോൾ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്നുള്ളതാണ് പേര്. ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു യുവർ റിസൾട്ടൻ്റ് MMF. ക്ലിയർ? നമ്മൾ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് വിളിക്കുന്നത്? നിങ്ങളിവിടെ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുക. കണ്ടക്ടർ ഈ വെലോസിറ്റിയിലാണ് പോകുന്നത്. ഇവിടെ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെലോസിറ്റിയിലാണ് പോകുന്നത്. ഇത് നമുക്കറിയാം, ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത് 90 ഡിഗ്രിയിൽ. ഓക്കെ, ഈ വെലോസിറ്റിയും ഇത് പാരലൽ അല്ലേ? അപ്പോൾ EMF എന്ത് ചെയ്യും? 0 വരും. ഈ വെലോസിറ്റിയും ഈ ഇതും ഫീൽഡ് ഒന്നാണ്, പാരലാണ്. അപ്പോൾ എന്താ 0 വരും. നേരത്തെ പറഞ്ഞു ന്യൂട്രൽ ആക്സിസ് പറഞ്ഞാൽ വെലോസിറ്റി EMFും പാരലാണ്, അങ്ങനെ വിളിക്കുന്നതാണ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ന്യൂട്രൽ ആക്സിസ് എന്നുള്ള പേര് കിട്ടിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടുത്തെ ഇതിലൂടെ ഒരു കണ്ടക്ടർ വെച്ച് ഇങ്ങോട്ടേക്ക് വെലോസിറ്റിയാണ് പോവുക. അതുകൊണ്ടാണ് അതിനെ ന്യൂട്രൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇനി അത് എങ്ങനെയാണുള്ളത്? എങ്ങനെയാണുള്ളത്? ഈ റിസൾട്ടൻ്റ് MMFന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ആക്സിസ് ഉള്ളത്. ആ ആക്സിസിനുള്ള പേരാണെന്ത്? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ക്ലിയർ? അപ്പം രണ്ട് ഇൻഫറൻസുകൾ നമ്മൾ പഠിക്കും ഇവിടെ. ഒന്നാമത്തെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ GNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ആര്? GNA ഈസ് പെർപെൻഡിക്കുലർ ടു യുവർ ഫീൽഡ് MMF. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ MNA ഈസ് ദ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ആര്? നിങ്ങളുടെ റിസൾട്ടൻ്റ് MMF. അത് സ്ഥിരമായി ചോദിക്കാറുണ്ട്. റിസൾട്ട് MMF എന്നോ എയർ ഗ്യാപ്പ് MMF എന്നൊക്കെ കൂടി ചോദിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് നിങ്ങൾക്ക് അറിയാനുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആവണം. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ 2-3 കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ആംഗിൾ ഷിഫ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വിൽ ഷിഫ്റ്റ് ഫ്രം ദ GNA. ശരിയല്ലേ? MNA ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം GNA ഡ്യൂ ടു ദിസ് റിസൾട്ടൻ്റ് MMF ദാറ്റ് ബൈ ആൻ ആംഗിൾ തീറ്റ. ഒരു ആംഗിൾ തീറ്റയിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ അടുത്ത പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആർമേച്ചർ റിയാക്ഷൻ ഒരു സ്ഥലത്ത് സ്ട്രെങ്തൻ ചെയ്യുന്നു. അതായത് ഇവിടെ ആർമേച്ചർ റിയാക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? വീക്കൻ ചെയ്യുന്നു. ശരിയല്ലേ? അതായത് ഇവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നു ഈ ഏരിയയിൽ, അതുപോലെ തന്നെ ഇവിടെ വീക്കൻ ചെയ്യുന്നു. ഇവിടെ ഇല്ല, ഇപ്പുറത്തെ 2 സ്ഥലത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീക്കൻ ചെയ്യുന്ന ഒരു പോളിറ്റിപ്പിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പോളിറ്റിപ്പിൽ വീക്കൻ ചെയ്യുന്ന ഒരു പോളിറ്റിപ്പിൽ ശരിയല്ലേ? അപ്പോൾ സ്ട്രെങ്തനും വീക്കനിങ്ങും സെയിം ആണെങ്കിൽ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം സ്ട്രെങ്തനിങ്ങും വീക്കനും സെയിം ആണ്. അപ്പം ഇതിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ സ്ട്രെങ്തനിങ് എഫക്റ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദ വീക്കനിങ് എഫക്റ്റ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, നിങ്ങളുടെ സ്ട്രെങ്തനിങ് എഫക്റ്റ് ഈസ് ലെസ് ദാൻ ദ വീക്കനിങ് എഫക്റ്റ്. നിങ്ങളുടെ വീക്കനിങ് എഫക്റ്റിനെക്കാട്ടിയും കുറവായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്തനിങ് എഫക്റ്റ്. അതിൻ്റെ കാരണമാണ് മാഗ്നറ്റിക് സാച്ചുറേഷൻ. ഡ്യൂ ടു മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫീൽഡ് എന്ന് വെച്ചാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഒരു പരിധിക്ക് മുകളിൽ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. ഒരു പരിധിക്ക് വെച്ചിട്ട് പോകാൻ പാടുള്ളൂ. ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് സാച്ചുറേറ്റഡ്. അപ്പോൾ ആ സാച്ചുറേറ്റഡ് ആവുന്ന സമയത്തും ഈ ഫീൽഡ് വീക്കനിങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പം നമ്മൾ ഫീൽഡ് നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുപോയി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്ന ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് സാച്ചുറേറ്റഡ് ആവും. നമ്മളെപ്പോഴും പഠിക്കാറുണ്ട്. ആ സാച്ചുറേറ്റഡ് എത്തുന്ന സമയത്തും ഈ നമ്മുടെ റിവേഴ്സ് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ വീക്കനിങ് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ വീക്കനിങ് ഫീൽഡ് ഈസ് ഓൾവേസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അപ്പം ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, ഒരു സ്ഥലത്ത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി എന്താവും? റെഡ്യൂസ് ചെയ്യും. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ റെഡ്യൂസസ് അല്ലേ? ആർമേച്ചർ റിയാക്ഷൻ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും.
ഇങ്ങനെ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു, ആർമേച്ചർ റിയാക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. അപ്പോൾ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റാണ് ആർമേച്ചർ റിയാക്ഷനിൽ ഹാപ്പൻ ചെയ്യുന്ന എഫക്റ്റ്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചർ റിയാക്ഷനിൽ ഹാപ്പൻ ചെയ്യുന്ന എഫക്റ്റാണ് എന്ത്, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ ക്ലാസ്സുകളിൽ ടോപ്പിക്കുകൾ എടുക്കും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം സ്ട്രെങ്തനിങ് എഫക്റ്റ് ഈസ് ലെസ് ദാൻ ദ വീക്കനിങ് എഫക്റ്റ് ഡ്യൂ ടു മാഗ്നറ്റിക് സാച്ചുറേഷൻ. അതുകൊണ്ട് സോ യുവർ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി, അതുകൊണ്ട് റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസസ്. അതുകൊണ്ട് ആർമേച്ചർ റിയാക്ഷൻ റെഡ്യൂസസ്. റിസൾട്ടൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി കുറയും, ആർമേച്ചർ റിയാക്ഷൻ എന്ത് ചെയ്യും, കുറയും, ബിക്കോസ് ഓഫ് യുവർ റെഡ്യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെയാണ് നമ്മൾ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ല. അതായത് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറയുന്നു. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ സാധാരണ മാഗ്നറ്റിസം പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാരാഡയാന്നൊക്കെ പഠിപ്പിക്കും. നമ്മൾ മാഗ്നറ്റിക്കിൻ്റെ ഡൈപോളുകളൊക്കെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റൈസിങ് എഫക്റ്റ്, അതുപോലെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അതിനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീമാഗ്നറ്റൈസിങ്. ഇവിടെ നമുക്ക് പുതിയൊരു സാധനം കൂടി വരുന്നുണ്ട്. അതെന്താണ്? അത് ക്രോസ് മാഗ്നറ്റൈസിങ് ആണ്. ഓക്കെ, അപ്പം മാഗ്നറ്റൈസിങ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പേര് ആർമേച്ചർ റിയാക്ഷൻ കൂടി കഴിഞ്ഞാൽ അല്ല, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ മാഗ്നറ്റൈസിങ്, കുറഞ്ഞു കഴിഞ്ഞാൽ ഡീമാഗ്നറ്റൈസിങ്. ഇനി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണെന്ത്, ഇറ്റ് ഈസ് ക്രോസ് മാഗ്നറ്റൈസിങ്. അതാണ് ഇവിടുത്തെ ഒരു പുതിയ ടേം, ക്രോസ് മാഗ്നറ്റൈസിങ്. ഓക്കെ, അപ്പം അത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ കുറയുന്നു, ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി കുറയുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഇനീഷ്യലി കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു ആർമേച്ചർ റിയാക്ഷന് 2 എഫക്റ്റ് ഉണ്ട്. മെയിൻ ഫീൽഡ് ഫ്ലക്സ് കുറയും, നെറ്റ് റിഡക്ഷനിൽ ഫ്ലക്സും വരും. അതാണ് ഇത് സംഭവം. മാഗ്നറ്റൈസിങ് എഫക്റ്റ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ റെഡ്യൂസസ് ദ ഫ്ലക്സ്. ഓക്കെ, ഇനി 2 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലീഡിങ് പോൾ ടിപ്പും ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് പറയുന്ന 2 കൺസെപ്റ്റ് പറയാറുണ്ട്. അതായത് ദ ടിപ്പ് ഇൻ വിച്ച് the coil enters. കോയിൽ എൻ്റർ ചെയ്യുന്ന ടിപ്പിനെ നമ്മൾ ലീഡിങ് പോൾ ടിപ്പ് എന്ന് വിളിക്കും. അതുപോലെ ദ ടിപ്പ് ഇൻ വിച്ച് ദ കോയിൽ ലീവ് ചെയ്യുന്ന ടിപ്പിനെ നമ്മൾ ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കോയിൽ എൻ്റർ ചെയ്യുന്ന ടിപ്പിനെ ലീഡിങ് പോൾ ടിപ്പ് എന്നും കോയിൽ ലീവ് ചെയ്യുന്ന ടിപ്പിനെ ട്രെയിലിംഗ് പോൾ ടിപ്പ് എന്ന് നമുക്ക് വിളിക്കും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ 2 നെയിമിങ് ചെയ്യുവാണ്. നമ്മളിവിടെ N തന്നെയാണ്, ഞാനിവിടെ N1 എന്നും ഇവിടെ N2 എന്നും വിളിക്കുന്നു, ഇവിടെ S1 എന്നും S2 എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ S1 S2 നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ക്ലിയർ? അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു ഫിഗർ വരയ്ക്കാം. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഇവിടെ എഫക്റ്റ്, ഇവിടെ മോട്ടറിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ജനറേറ്ററിൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ പോൾസ്. ഓക്കെ, അപ്പോൾ പോൾസിൽ ആദ്യം നമുക്ക് എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേബിളായിരിക്കും, ചോദിക്കുന്ന ടേബിളായിരിക്കും. ഓക്കെ, അപ്പോൾ പോൾസിൽ ആദ്യം നമ്മൾ നമ്മുടെ S1 എടുക്കുവാണ്. ഓക്കെ, നമുക്കിങ്ങനെ എടുക്കാം. S1 S2 എടുക്കാം, പിന്നെ N1 N2 എന്നുള്ള ലെവലിൽ എടുക്കാം. ഓക്കെ, അപ്പം S1ഉം S2 എടുക്കുന്നു. അപ്പോൾ S1 ജനറേറ്ററിൽ എന്താ ഹാപ്പൻ ചെയ്യുന്നത് നോക്കാം. ജനറേറ്ററിൽ S1 ഇതാണല്ലോ ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ജനറേറ്ററിൽ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്, ദ ടിപ്പ് ഇൻ വിച്ച് ദ കോയിൽ എൻ്റർ ചെയ്യുന്ന ടിപ്പ്, ഇതാണ് ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ. ശരിയാണല്ലോ, ഇതാണല്ലോ നിങ്ങളുടെ കോയിൽ, ശരിയല്ലേ? അപ്പോൾ ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഈ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നു, ശരിയല്ലേ? ഈ കോയിലിലേക്ക് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഈ കോയിലിലേക്ക് എൻ്റർ ചെയ്യല്ല, ഇൻ ദ സെൻസ് നമ്മൾ പറയുമ്പോൾ, ഒരു മിനിറ്റ്,
ഐ വിൽ ഷോ ലൈക്ക് ദിസ്. 1 മിനിറ്റ്. ഞാൻ N1 N2 എന്നുള്ള ലെവലിൽ പറയാം. അതായത് ജനറേറ്ററിൻ്റെ കേസ്. ഓക്കെ, ജനറേറ്ററിൻ്റെ കേസ് തന്നെ. ജനറേറ്ററിൻ്റെ കേസിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് റൊട്ടേഷൻ, ഇങ്ങനെയാണ് റൊട്ടേഷൻ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. ശരിയല്ലേ? ശരിയല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഇത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെയാണ് ജനറേറ്റർ റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ ജനറേറ്റർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെ പോകുന്നു, പിന്നെ അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും, ഇങ്ങനെ പോവും. ഇതാണ് ജനറേറ്ററിൻ്റെ കാര്യം. ഈ കളർ കൊണ്ട് വരച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ജനറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ജനറേറ്ററിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ S1 നോക്കാം. S1 ആണ്, നമ്മൾ N1 നോക്കാം. ഓക്കെ, അപ്പോൾ N1 നോക്കാം. അപ്പോൾ N1ൽ നിങ്ങളിവിടെ ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഇവിടെ ഈ കോയിലിനെ ലീവ് ചെയ്യല്ലേ ചെയ്യുന്നത്? കോയിലിനെ ലീവ് ചെയ്യല്ലേ ചെയ്യുന്നത് ആക്ച്വലി, അല്ലേ? അതുപോലെ ഇവിടെ ഈ കോയിലിലേക്ക് ഇത് എൻ്റർ ചെയ്യല്ലേ ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിലിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട് ഈ കോയിലിലേക്ക്. ഇവിടെ നിന്ന് കോയിലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലീവിങ് നടക്കുന്നുണ്ട്. ശരിയല്ലേ? സിമിലർലി ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ കോയിലിലേക്ക് എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. ശരിയല്ലേ? ഈ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നു. സിമിലർലി ഈ കോയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോവല്ലേ? അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഇവിടെ ലീവ് ചെയ്യുന്നു. ശരിയല്ല? അപ്പോൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നു, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു. ഇതൊരു ഫുള്ള് റൊട്ടേഷൻ പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നത്, അപ്പോൾ ലീവ് ചെയ്ത് പിന്നെ ഇതിങ്ങനെ എൻ്റർ ചെയ്യും. ഇതിനാണ് നമ്മൾ എൻ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്തോ, അങ്ങനെ ഡൗട്ട്ഫുൾ ആവണ്ട. ഇത് മാത്രം കൺസിഡർ ചെയ്തോ. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോയിലിൽ എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് ചുറ്റുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു. അപ്പം S2 നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ലീവ് ചെയ്യും, S1ലേക്ക് എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. ഓക്കെ, S2ന്ന് ലീവ് ചെയ്ത് ഇങ്ങനെ പഠിച്ചാൽ മതി. S2ന്ന് ലീവ് ചെയ്ത് S1ലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യും. ഇങ്ങനെ സൈക്കിൾ പോലെ പോകും. ഓക്കെ, അപ്പോൾ S2ന്ന് ലീവ് ചെയ്യുന്നതുകൊണ്ട്, ലീവ് ചെയ്യുന്ന സാധനത്തിന് ഞാൻ പറഞ്ഞു എന്താ വിളിക്കുന്നത്? ട്രെയിലിംഗ് എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ S2ന്ന് ലീവ് ചെയ്യുന്നതുകൊണ്ട് അതെന്ത് ചെയ്തു? ട്രെയിലിംഗ്. S1ലേക്ക് എൻ്റർ ചെയ്യേണ്ടതുകൊണ്ട് അതെന്തായി? ഇറ്റ് ഈസ് ലീഡിങ്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് N1 N2 എന്താ അവസ്ഥ നോക്കാം. N1 N2 ഇത് തന്നെയാണ് അവസ്ഥ. N1ൽ നിന്ന് എന്ത് ചെയ്യുവാണ്? ലീവ് ചെയ്യുവാണ്. എന്നിട്ട് എവിടത്തേക്ക് ഇങ്ങനെ ഈ സൈഡ് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. N1ൽ നിന്ന് ലീവ് ചെയ്യുകയാണ്, എന്നിട്ട് N2ലേക്ക് എന്ത് ചെയ്യുകയാണ്? എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ കോയിലുകളിലേക്ക് എൻ്റർ ചെയ്യുന്നു, N1ൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു. അപ്പോൾ N1ൽ നിന്ന് ലീവ് ചെയ്യുന്നതുകൊണ്ട് ലീവിങ് പോൾ ടിപ്പ് എന്തായിരിക്കും? ലീവിങ് പോൾ ടിപ്പ് വിൽ ബി ട്രെയിലിംഗ്. അപ്പോൾ N1 എന്തായിരിക്കും? ട്രെയിലിംഗ്. N2 എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ ലീഡിങ്. ക്ലിയർ? ജനറേറ്ററിൻ്റെ ആയി. ഇനി മോട്ടർ ഇതേപോലെ എന്ന കൺസെപ്റ്റ് ആലോചിച്ച് നോക്ക്. മോട്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇത് റെഡ് കളറാണ്, ബ്ലൂ കളർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് മോട്ടർ ഇതേ അവസ്ഥ. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുന്നു. ശരി, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ പോകുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നമുക്ക് S1ൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ S1ൻ്റെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇങ്ങനെ വന്നു, അല്ലേ? അപ്പോൾ ഈ കോയിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഈ ചെറിയൊരു സർക്കിൾ ഈ പോർഷൻ മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ N1 N2നെ നോക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. അപ്പോൾ മോട്ടറിൽ എന്താ ചെയ്യുന്നത്? N1ലേക്ക് ഈ മോട്ടറിൻ്റെ ഈ റൊട്ടേഷൻ എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ എൻ്റർ ചെയ്യുവാണ്. മോട്ടറിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ എന്ത് ചെയ്തു? ഈ N2ൽ എന്ത് ചെയ്തു? ലീവ് ചെയ്തു. ശരിയല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു. ക്ലിയർ? ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതായത് ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ N1 എന്താ വരിക? N1 വിൽ ബി എൻ്റർ ചെയ്യുന്ന സാധനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്ന ലീഡിങ്ങും ലീവ് ചെയ്യുന്ന ട്രെയിലിങ്ങും. അപ്പം മോട്ടർ എൻ്റർ ചെയ്യുന്ന എന്താണ്? ട്രെയിലിങ്ങും ലീവ് ചെയ്യുന്ന എന്താണ്? അല്ല, N1 N2 അല്ലേ? S1 S2 അല്ലോ. എൻ്റർ ചെയ്യുന്ന എന്താണ്? എൻ്റർ ചെയ്യുന്ന ലീഡിങ് അല്ലേ? എൻ്റർ ചെയ്യുന്ന ലീഡിങ് അല്ലേ? ലീഡിങ്ങും N2 ലീവ് ചെയ്യുന്ന എന്താണ്? ട്രെയിലിങ്ങും.
ക്ലിയർ. ഇനി S1 S2 നോക്കൂ. S1 S2 നോക്കുമ്പോൾ മനസ്സിലാക്കാം, S1ലേക്ക് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. ഓക്കെ, വന്ന് ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി, ഇങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ, ഇനി ജനറേറ്ററിൻ്റെ കേസിലാവും, മോട്ടറിൻ്റെ കേസിൽ ഈ റൊട്ടേഷൻ പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ S2ലേക്ക്, കാരണം ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോകുന്നത്, അതിങ്ങനെ തിരിച്ചാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ S2ലേക്ക് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. S1ന് എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഓക്കെ, S2ലേക്ക് എന്ത് ചെയ്യുന്നു, കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നു. S1ൽ എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. അപ്പം S2 വിൽ ബി ലീഡിങ് ആൻഡ് S1 വിൽ ബി ട്രെയിലിങ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി എന്തിനാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലീഡിങ്ങും ട്രെയിലിങ്ങും ആണ്. ലീഡിങ്ങും ട്രെയിലിങ്ങും അല്ലേ. അപ്പോൾ ലീഡിങ്ങും ട്രെയിലിംഗ് ആണെങ്കിൽ നമ്മളുടെ എഫക്റ്റുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ S1ലെ എഫക്റ്റ് എന്താ, S1ൽ നമുക്കറിയാം ഇവിടെ എന്ത് എഫക്റ്റാണ് വരുന്നത്, വീക്കനിങ് എഫക്റ്റാണ് വരുന്നത്. S2ൽ സ്ട്രെങ്തനിങ് എഫക്റ്റും. അപ്പോൾ അതിവിടെ എഴുതി വയ്ക്കുക, S1ൽ വീക്കനിങ് എഫക്റ്റും S2ൽ സ്ട്രെങ്തനിങ് എഫക്റ്റും. ഓക്കെ, ഇനി N1 N2ലോ, N1ൽ സ്ട്രെങ്തനിങ്ങും N2ൽ വീക്കനിങ്ങും. അപ്പോൾ N1ൽ സ്ട്രെങ്തനിങ്ങും N2ൽ വീക്കനിങ്. ക്ലിയർ. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ ചോദിക്കുക ഈ പെട്ടി പഠിച്ചതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഏതൊക്കെ പോളുകളാണ്, N1ഉം S2ഉം എന്താണ്, സ്ട്രെങ്തനിങ്ങും, അതുപോലെ N2ഉം S1ഉം എന്താണ്, വീക്കനിങ്ങുമാണ്. ഓക്കെ, ഇതിൽ ചോദ്യം എങ്ങനെയായിരിക്കും, ദ ആർമേച്ചർ റിയാക്ഷൻ ഹാസ് സ്ട്രെങ്തനിങ് എഫക്റ്റ് ഏതിൻ്റെ കേസിൽ, ദ സ്ട്രെങ്തനിങ് എഫക്റ്റ് അറ്റ് ട്രെയിലിംഗ് പോൾ ടിപ്പ് ഇൻ എ, അതുപോലെ ലീഡിങ് പോൾ ടിപ്പ് ഇൻ എ, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ആറ്റ് സ്ട്രെങ്തനിങ് എഫക്റ്റ് അറ്റ് ട്രെയിലിംഗ് പോൾ ടിപ്പിൽ സ്ട്രെങ്തനിങ് എഫക്റ്റ് ഉള്ളത് ഏതാണെന്ന് നോക്കാം. ട്രെയിലിംഗ് പോൾ ടിപ്പിൽ സ്ട്രെങ്തനിങ് എഫക്റ്റ് അത് എവിടെയാ, ട്രെയിലിംഗ് പോൾ ടിപ്പിൽ സ്ട്രെങ്തനിങ് എഫക്റ്റ് എവിടെ വരുന്നത്, ജനറേറ്റർ. ക്ലിയർ. ദെൻ ലീഡിംഗ് പോൾ ടിപ്പിൽ വീക്കനിങ് എഫക്റ്റ്, എവിടെ വരുന്നത്, ഇങ്ങനെയല്ല, ലീഡിംഗ് പോൾ ടിപ്പിൽ വീക്കനിങ് എഫക്റ്റ് അല്ലേ. ലീഡിംഗ് പോൾ ടിപ്പിൽ വീക്കനിങ് എഫക്റ്റ് എവിടെ ഒക്കർ ചെയ്യുന്നത്, എവിടെ ഒക്കർ ചെയ്യുന്നത്, മോട്ടറിലല്ലേ, ശരിയല്ലേ, മോട്ടറിലല്ലേ. അപ്പം സ്ട്രെങ്തനിങ് എഫക്റ്റ് എവിടെയാന്ന് നോക്കാം. അപ്പോൾ സ്ട്രെങ്തനിങ് എഫക്റ്റ് നോക്കാം. അപ്പോൾ സ്ട്രെങ്തനിങ് എഫക്റ്റ് ഒക്കർ ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ട്രെങ്തനിങ് എഫക്റ്റ് ട്രെയിലിംഗ് പോൾ ടിപ്പ്, ലീഡിംഗ് പോൾ ടിപ്പ് ആണെങ്കിൽ മോട്ടറിലും, സ്ട്രെങ്തനിങ് എഫക്റ്റ് ഹാപ്പൻസ് ലീഡിംഗ് പോൾ ടിപ്പ് ആണെങ്കിൽ മോട്ടറിലും, ട്രെയിലിംഗ് പോൾ ടിപ്പ് ആണെങ്കിൽ എവിടെയാണ്, ജനറേറ്ററിലും. ക്ലിയർ. ഇനി സ്ട്രെങ്തനിങ് എഫക്റ്റ് ഹാസ് വീക്കനിങ് എഫക്റ്റ് അറ്റ് ലീഡിംഗ് പോൾ ടിപ്പ്, അതുപോലെ തന്നെ ട്രെയിലിംഗ് പോൾ ടിപ്പ്. ഇത്തരത്തിലാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ വീക്കനിങ് എഫക്റ്റ് എവിടെ ഒക്കർ ചെയ്യുന്നത്, വീക്കനിങ് എഫക്റ്റ് അറ്റ് ലീഡിംഗ് പോൾ ടിപ്പ് ഹാപ്പൻസ് ഇൻ എ ജനറേറ്റർ, ശരിയല്ലേ. അതുപോലെ ട്രെയിലിംഗ് പോൾ ടിപ്പ് ഹാപ്പൻസ് ഇൻ എ മോട്ടർ. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം.
അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷനിലെ ക്വസ്റ്റ്യനുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, ഭൂരിഭാഗവും ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനുകളാണ് വരിക. അപ്പം നിങ്ങൾ ടേബിള് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഈ ടേബിൾ പഠിക്കുക. പിന്നെ ആ സ്ട്രെങ്തനിങ് എഫക്റ്റ് ഏത് പോൾ ടിപ്പിൽ ഏത് മെഷീനിലാന്ന് പറയാം, അതുപോലെ വീക്കനിങ് പോൾ ടിപ്പ് ഏത് മെഷീനിൽ ഏതാണെന്ന് പറയാം. ഓക്കെ, സിമിലർലി അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് നിങ്ങൾ ഒരെണ്ണമായിട്ട് നിങ്ങൾ എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല, രണ്ടെണ്ണമാക്കി എടുത്ത് വെച്ചാൽ അതെന്താ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സ്ട്രെങ്തനിങ് എഫക്റ്റാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്തനിങ് എഫക്റ്റിലെ ലീഡിങ് പോൾ ടിപ്പ് എവിടെ വരുന്നു നോക്കാം. സ്ട്രെങ്തനിങ് എഫക്റ്റിലെ ലീഡിങ് പോൾ ടിപ്പ് ഇത് രണ്ടിലാണ് വരിക. ഓക്കെ, അപ്പോൾ സ്ട്രെങ്തനിങ് എഫക്റ്റിലെ ലീഡിങ് പോൾ ടിപ്പ് വരുന്നത് എവിടെ? മോട്ടർ. അതാണ് ഇതിൻ്റെ ഉത്തരം. ക്ലിയർ? അതുപോലെ ട്രെയിലിംഗ് പോൾ ടിപ്പിലെ വീക്കനിങ് എഫക്ട്, സ്ട്രെങ്തനിങ് എഫക്റ്റ്. ഓക്കെ, സ്ട്രെങ്തനിങ് എഫക്റ്റിൽ തന്നെ ട്രെയിലിംഗ് പോൾ ടിപ്പ് വരുന്നത് എവിടെ? അതാണ് ജനറേറ്റർ. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? സിമിലർലി വീക്കനിങ് എഫക്റ്റ് എടുക്കുക. അതാ വീക്കനിങ് എഫക്റ്റിലെ ലീഡിംഗ് പോൾ ടിപ്പ് എന്ന് പറയുമ്പോൾ വീക്കനിങ് എഫക്റ്റിലെ ലീഡിംഗ് പോൾ ടിപ്പുകൾ എവിടെ വരുന്നത്? ജനറേറ്റർ. അതുപോലെ വീക്കനിങ് എഫക്റ്റിലെ ട്രെയിലിംഗ് പോൾ ടിപ്പ് എവിടെ വരുന്നു? മോട്ടർ. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഇങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനെ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ സാധനം കൃത്യമായിട്ട് പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല ഇതിൽ. ഓക്കെ, ബാക്കിയൊന്നും ചെയ്യാനില്ല, കൃത്യമായിട്ട് പഠിച്ചതിന് നിങ്ങൾക്കത് അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പം ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ GNA MNA ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. നോ ലോഡിൽ അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ ഈ MNA ഷിഫ്റ്റ് ചെയ്യുന്നത്? വേർ ഈസ് ദ MNA ഷിഫ്റ്റിംഗ്? GNA ഷിഫ്റ്റ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്? നമ്മുടെ നോ ലോഡിൻ്റെ കണ്ടീഷനിൽ നമുക്കറിയാം നിങ്ങളുടെ ആർമേച്ചർ കറണ്ടും MMF ഒക്കെ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ റിസൾട്ടൻ്റ് MMF എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു യുവർ ഫീൽഡ് MMF തന്നെ, കാരണം ലോഡിംഗ് ഒന്നുമില്ല. അപ്പോൾ കറണ്ടും MMF ഒക്കെ 0 ആണ്. റിസൾട്ടൻ്റ് MMF എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് MMF തന്നെയാണ്. ആ സമയത്ത് നിങ്ങളുടെ GNA ആൻഡ് MNA വിൽ കോയിൻസൈഡ്. ആ സമയത്ത് നമ്മുടെ GNA MNA എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. പക്ഷേ അണ്ടർ ലോഡഡ് കണ്ടീഷൻ്റെ സമയത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ ഈ മെഷീനിലെ ഒരു ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യും. ആർമേച്ചർ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങളുടെ MNA ഷിഫ്റ്റ്സ് ഫ്രം GNA അല്ലേ? MNA GNA ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ആർമേച്ചർ കറണ്ടിലെ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് റിസൾട്ടൻ്റ് MMF ഉണ്ടാകുന്നത്. ഷിഫ്റ്റ് തീറ്റയിൽ ഷിഫ്റ്റ് വരുന്നതുകൊണ്ടാണ് നമുക്ക് റിസൾട്ടൻ്റ് MMF വരുന്നത് അല്ലേ? ഇത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആർമേച്ചർ കറണ്ട് ഇങ്ങനത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ലോഡഡ് കണ്ടീഷൻ ഒന്നും പറയില്ല, പക്ഷെ ഇങ്ങനെയായിരിക്കും. ആർമേച്ചർ കറണ്ട് ഫ്ലോസ് ഇൻ ദ മെഷീൻ. കാരണം ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ അത് ലോഡിങ്ങിന് കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആർമേച്ചർ കറണ്ട് ഫ്ലോസ് ഇൻ ദ മെഷീൻ ഡ്യൂ ടു വിച്ച് MNA shifts from GNA. MNA will be shifting from GNA in dash of generator rotation. അതുപോലെ തന്നെ ഡാഷ് ടു ദ ഡയറക്ഷൻ ഓഫ് മോട്ടർ റൊട്ടേഷൻ. ഓക്കെ, അതായത് MNA ഷിഫ്റ്റ് ചെയ്യുന്ന ആറിന് ഏത് സൈഡിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നിങ്ങളുടെ FF, ഇതാണ് നിങ്ങളുടെ ഫീൽഡ് F, ഇതാണ് നിങ്ങളുടെ MNA, ഇതാണ് നിങ്ങളുടെ GNA. ശരിയല്ലേ? നിങ്ങളുടെ തീറ്റ ഷിഫ്റ്റ് MNAക്ക് വരുന്നു. അപ്പം ഈ MNA ഏത് ഡയറക്ഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? MNA ഈസ് ഷിഫ്റ്റിംഗ് ഇൻ ദ റൈറ്റ് സൈഡ്. ശരിയല്ലേ? നിങ്ങൾ നേരത്തെ ഫിഗർ വരച്ചപ്പോൾ പഠിച്ചില്ലേ? ഈ ഡയറക്ഷനും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഈ ഡയറക്ഷൻ ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് മോട്ടറിൻ്റെ റൊട്ടേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ
ഇത് ജനറേറ്ററിൻ്റെ ഇത് മോട്ടറിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MN ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജനറേറ്ററിൻ്റെ റൊട്ടേഷൻ അല്ലേ? ശരിയല്ലേ? MN റൊട്ടേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജനറേറ്റർ റൊട്ടേഷൻ അല്ലേ? അതുപോലെ MN റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? ആ റൊട്ടേറ്റ് ചെയ്യുന്നത് മോട്ടറിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ? ശരിയല്ലേ? ഇതാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആർമേച്ചർ കറണ്ട് ഫ്ലോസ് ഇൻ ദ മെഷീൻ ഡ്യൂ ടു വിച്ച് MN ഷിഫ്റ്റ്സ് ഫ്രം GNA ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജനറേറ്റർ റൊട്ടേഷൻ. ജനറേറ്റർ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുക. സിമിലർലി ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോട്ടർ റൊട്ടേഷൻ. മോട്ടർ റൊട്ടേഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഷിഫ്റ്റ് ഉണ്ടാവുക. ക്ലിയർ? ഇതും PSC പരീക്ഷകൾക്ക് എല്ലാ PSC പരീക്ഷകൾക്കും മിക്കവാറും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ആർമേച്ചർ റിയാക്ഷനിൽ വരുന്നൊരു കൺസെപ്റ്റാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റിയാക്ഷന് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ വേവ് ഫോമും കൂടി പറയാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് ആർമേച്ചറിലെ റിയാക്ഷനിൽ അറിയാനുള്ളൊരു കാര്യം. ഇനി ആ ഗ്രാഫും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാണുക, നോക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ ദെൻ, താങ്ക് യു.